ഹലോ എവരി വൺ, സഹകാരി റേസ് പ്ലസിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവരും വെൽക്കം ചെയ്യുന്നു. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്കറിയാം മാനേജ്മെന്റ് ആണ് അല്ലെ, നമ്മുടെ റെസ്പിറേറ്ററി ഡിസോർഡേഴ്സിന്റെ മാനേജ്മെന്റ് ആണ്. അതിൽ തന്നെ ക്രോണിക് എയർവേ ഒബ്സ്ട്രക്ഷൻ ഉണ്ടാക്കുന്ന കുറച്ച് ഡിസീസസും അതിന്റെ മാനേജ്മെന്റുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ആദ്യത്തെ തന്നെ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കുന്നത് നെയ്സൽ പോളിപ്പും അതുപോലെ ഡീവിയേറ്റഡ് നെയ്സൽ സെപ്റ്റും ഒക്കെയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് നെയ്സൽ പോളിപ്പ് നോക്കാം. ക്ലിനിക്കലി അത്രമാത്രം കേസസ് വരാറുള്ളതാണ് അല്ലെ നമ്മുടെ നെയ്സൽ പോളിപ്പ് എന്ന് പറയുന്നത്, മൂക്കിലൊരു ദശ വളരുന്നത് പോലെയുള്ള. അപ്പൊ അതെന്താണ് ഈ നെയ്സൽ പോളിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് നോസിൽ അല്ലെങ്കിൽ പാരാനെയ്സൽ സൈനസസിൽ ഒരു മ്യൂക്കസ് മെംബ്രെയിൻ്റെ ഔട്ട് പൗച്ചസ് ഒരു ഇത് കൂടുതലായിട്ട് വളരുന്നു അല്ലെ. ഔട്ട് പൗച്ചിങ്സ് ഓഫ് ദ മ്യൂക്കസ് മെംബ്രെയിൻ ലൈനിങ് ദ നോസ് ഓർ പാരാനെയ്സൽ സൈനസസ്. അപ്പൊ അത് ഒന്നുകിൽ ഒരു ഒറ്റയ്ക്കായിട്ട് വരും, അല്ലെങ്കിൽ അത് മൾട്ടിപ്പിൾ ആയിട്ട്. നെയ്സൽ പോളിപ്പിന്റെ പിക്ചർ കാണുന്നുണ്ടോ? കണ്ടോ? ചിലപ്പോൾ അത് എന്തായിരിക്കും, സോളിറ്ററി ആയിരിക്കും, അല്ലെങ്കിൽ അത് മൾട്ടിപ്പിൾ ലീഷൻസുമായിട്ടും വരാം. ഓക്കെ, അപ്പൊ അതിന് പിന്നെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് അലർജിക് റിയാക്ഷൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇത് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ കൂടാം. ഓക്കെ, എക്സാസബേറ്റഡ് ബൈ അലർജിക് മാനിഫെസ്റ്റേഷൻസ്. ഓക്കെ, പിന്നെ ഇത് എന്താ ചെയ്യുക? നമ്മളിപ്പോൾ ഒരു നെയ്സൽ പോളിപ്പ് മനസ്സിലായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഫസ്റ്റ് ഓഫ് ഓൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ബ്രീത്തിങ്ങിന് ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, ഒബ്സ്ട്രക്ഷൻ ടു നെയ്സൽ ബ്രീത്തിങ്ങിന് ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ മെഡിക്കൽ അറ്റൻഷൻ തേടേണ്ടി വരും അല്ലേ. അപ്പോൾ ഇതിൽ ഓരോരുത്തർക്കും അവരവരുടെ സിംറ്റംസ് വെച്ചായിരിക്കും, എന്തായിരിക്കും ലക്ഷണങ്ങൾ, അത് വെച്ചായിരിക്കും നമ്മൾ മെഡിക്കൽ മാനേജ്മെന്റ് നോക്കുന്നത് കേട്ടോ. ഓരോരുത്തർക്കും അവരവരുടെ സിംറ്റംസ് വെച്ചായിരിക്കും. ഓക്കെ, പിന്നെ നമ്മൾ എന്താ ചെയ്യുന്നത്, എന്താണ് ഈ ഒരു കോസേറ്റീവ് ഫാക്ടറും ഇൻഡിവിജ്വലി വേരി ചെയ്യും. എന്തായിരിക്കാം ഓരോരുത്തരുടെയും കോസേറ്റീവ് ഫാക്ടർ? ഇപ്പൊ അലർജിക് കോസേറ്റീവ് ഫാക്ടർ ഉള്ളവർക്ക് അലർജി അവോയ്ഡ് ചെയ്യുക അല്ലെ. അപ്പൊ നമ്മൾ ഇതിന്റെ പോളിപ്പിന്റെ സൈസ് കുറയ്ക്കാനുള്ള അറ്റംപ്റ്റ്സ് ആണ് ചെയ്യുന്നത് അല്ലെ. ഒന്നുകിൽ അത് എന്താണ് കോസ് എന്ന് കണ്ടുപിടിച്ച് അത് ചികിത്സിക്കുക, അല്ലെങ്കിൽ ആ കോസിനെ മാറ്റുക, എലിമിനേറ്റ് ചെയ്യുക. അങ്ങനെ നമ്മുടെ പോളിപ്പിന്റെ സൈസ് കുറയ്ക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. ഓക്കെ, അതിൽ നമ്മുടെ ഇനി സർജറി ചെയ്യാനാണ് നമ്മുടെ മെഡിക്കൽ മാനേജ്മെന്റിന് ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിൽ നമ്മൾ എന്ത് വിചാരിക്കും, സർജറി ചെയ്യേണ്ടി വരും അല്ലേ. അപ്പൊ സർജറി ചെയ്ത് നമ്മൾ ഈ ഒരു നെയ്സൽ പോളിപ്പ് റിമൂവ് ചെയ്ത് അങ്ങനെ നമ്മുടെ അപ്പോൾ അതിരിക്കുമ്പോൾ മൂക്കിൽ അങ്ങനെ ഒരു പോളിപ്പ് ഉണ്ടാകുമ്പോഴത്തേക്ക് നെയ്സൽ ബ്രീത്തിങ്ങിന് ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? യെസ്, നമുക്ക് സർജറി ചെയ്ത് ആ ഒരു നെയ്സൽ പോളിപ്പ് റിമൂവ് ചെയ്ത് നമ്മുടെ ആ ഒരു മൂക്കിലൂടെയുള്ള നെയ്സൽ ബ്രീത്തിങ് റീസ്റ്റോർ ചെയ്യേണ്ടി വരും അല്ലേ, ബിഫോർ അലർജി ട്രീറ്റ്മെന്റ്. അപ്പോൾ അവർക്ക് അലർജിയുടെ ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഈ ഒരു നെയ്സൽ പോളിപ്പ് മാറ്റി നമുക്ക് ഏറ്റവും ആദ്യം ബുദ്ധിമുട്ട് നമ്മുടെ ബ്രീത്തിങ് കിട്ടുന്നില്ല, ബ്രെത്ത് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു നെയ്സൽ ബ്രീത്തിങ് റീസ്റ്റോർ ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവും അല്ലെ. ഈ പോളിപ്പ് കാരണം ബ്രീത്തിങ് ഒബ്സ്ട്രക്ഷൻ ഉണ്ടെങ്കിൽ അപ്പോൾ എന്താ ചെയ്യേണ്ടത്, നമ്മുടെ ഈ പോളിപ്പിനെ സർജറിയിലൂടെ റിമൂവ് ചെയ്തതിന് ശേഷം ഈ ബ്രീത്തിങ് റീസ്റ്റോർ ചെയ്തതിന് ശേഷം നമുക്ക് അലർജീനെ ട്രീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനെ നമ്മൾ എന്താണ് നെയ്സൽ പോളിപ്പെക്ടമി എന്നാ പറയുന്നത് അല്ലെ. വിനുദടെക്ടമി എന്ന് വെച്ചാൽ എന്താ, റിമൂവൽ ആണ്. അപ്പം നെയ്സൽ പോളിപ്പിനെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സിനെ നെയ്സൽ പോളിപ്പെക്ടമി എന്നാണ് പറയുന്നത് ആണല്ലോ. അത് നമ്മൾ എന്താണ്, ഒരു ലോക്കൽ അനസ്തെറ്റിക്കിന്റെ സഹായത്തോടെ ആയിരിക്കും, ഒരു ലോക്കൽ അനസ്തെറ്റിക് കൊടുത്തിട്ടായിരിക്കും, ലോക്കൽ അനസ്തേഷ്യക്ക് ശേഷമായിരിക്കും നമ്മുടെ ഈ പോളിപ്പ് റിമൂവ് ചെയ്യുന്നത്. യെസ്, അപ്പൊ ഇതിനു വേണ്ടി നമ്മൾ ഒരു LA കൊടുത്തിട്ടായിരിക്കും അല്ലെ. അപ്പൊ അനസ്തെറ്റിക് ആയിട്ട് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ലിഡോക്കെയിൻ അല്ലെങ്കിൽ എപ്പിനെഫ്രിൻ ഒക്കെ ആയിരിക്കും. ലിഡോക്കെയിൻ അല്ലെങ്കിൽ എപ്പിനെഫ്രിൻ ഒക്കെ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അത് ആ ഒരു ഡിസ്കംഫോർട്ട് മാറ്റും. നമ്മൾ ആ റിമൂവ് ചെയ്യുമ്പോൾ ഉള്ള ബുദ്ധിമുട്ട് മാറ്റാനായിട്ട് നമ്മൾ അനസ്തെറ്റിക്കുകളായ ലിഡോക്കെയിൻ അല്ലെങ്കിൽ എപ്പിനെഫ്രിൻ ഒക്കെ യൂസ് ചെയ്യും. അപ്പൊ എന്താ സംഭവിക്കുന്നത്, ഇറ്റ് പ്രൊഡ്യൂസ് വാസോ കൺസ്ട്രിക്ഷൻ അല്ലെ. അപ്പൊ എന്താ സംഭവിക്കുന്നത്, നമ്മളൊരു അനസ്തെറ്റിക് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു പ്രൊസീജിയറിന്റെ സമയത്ത് ബ്ലീഡിങ് ഉണ്ടാവുമെങ്കിലും ആ ബ്ലീഡിങ് കാരണം അതിന്റെ ബ്ലീഡിങ് കുറവായിരിക്കും അല്ലെ, കാരണം ബ്ലഡ് വെസൽസ് കൺസ്ട്രിക്ട് ചെയ്യും. ഓക്കെ, എന്നിട്ട് ഇനി നമ്മൾ ഇതിനെ പോളിപ്പ് റിമൂവ് ചെയ്യാനായിട്ട് നമ്മൾ സ്നെയർ പോലെയുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഒരു സ്നെയർ ലൈക്ക് ഇൻസ്ട്രുമെന്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി എന്താണ്, എവിടെയെങ്കിലും ബ്ലീഡിങ് സൈറ്റുകൾ ഉണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ കോട്ടറൈസ് ചെയ്യും കേട്ടോ. കോട്ടറൈസ് ചെയ്തിട്ട് ചിലപ്പോൾ നമ്മൾ ഉള്ളിൽ ബ്ലീഡിങ് സൈറ്റുകൾ ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ കോട്ടറൈസ് ചെയ്യും, അല്ലെങ്കിൽ ഉള്ളിൽ പാക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യും, ഇൻസേർട്ട് ചെയ്യും കേട്ടോ. നമ്മൾ എപ്പിസ്റ്റാക്സിസിന് പഠിച്ചിരുന്നു അല്ലേ, നമ്മൾ കോട്ടറൈസ് ചെയ്യും സിൽവർ നൈട്രേറ്റ് ഉപയോഗിച്ച്, അല്ലെങ്കിൽ നമ്മൾ പാക്കിംഗ്. ഇപ്പം ആൻറ്റീരിയർ ബ്ലീഡിംഗ് ആണ്, അത് എപ്പിസ്റ്റാക്സിസ് പറഞ്ഞപ്പോൾ പറഞ്ഞു. അല്ലാതെ ഇവിടെ ബ്ലീഡിംഗ് സംഭവിക്കുകയാണെങ്കിൽ ഈ ഇൻട്രാനേസൽ പാക്കിംഗ് ഇൻസേർട്ട് ചെയ്യും.
ഓക്കെ. പിന്നെ വല്ല അഡ്ഹഷൻസ് ഒക്കെ ഉണ്ടാവുന്നത് തടയാനായിട്ട് നമ്മൾ മൂക്കിൻ്റെ ഉള്ളിൽ സ്പ്ലിൻറ്റുകളും ഉപയോഗിക്കും. ഓക്കെ. അപ്പം നമ്മൾ മെഡിക്കൽ മാനേജ്മെൻറ്റ് നോക്കും. ഇപ്പോൾ പേഷ്യൻറ്റിൻ്റെ സിംറ്റം വെച്ചിട്ടാണ് അല്ലേ, സിംറ്റമാറ്റിക് ട്രീറ്റ്മെൻറ്റ് ആയിരിക്കും. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ലക്ഷണങ്ങളായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ആദ്യം തന്നെ അവരുടെ ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ശ്വസിക്കാനുള്ള ബുദ്ധിമുട്ടാണെങ്കിൽ അവർക്ക് ആ പോളിപ്പ് റിമൂവ് ചെയ്ത് അവരുടെ ബ്രീത്തിങ് റീസ്റ്റോർ ചെയ്തതിന് ശേഷം നമ്മൾ അവർക്ക് അലർജി ഉണ്ടെങ്കിൽ അലർജി ട്രീറ്റ്മെൻറ്റ് ചെയ്യും. ഓക്കെ. അപ്പോൾ അതിനുവേണ്ടി LA ഉപയോഗിച്ചായിരിക്കും. അപ്പോൾ ലോക്കൽ അനസ്തെറ്റിക്കായിട്ട് നമ്മൾ ലിഡോക്കെയിൻ അല്ലെങ്കിൽ എപ്പിനെഫ്രിൻ ഉപയോഗിക്കാം. ഈ അനസ്തെറ്റിക് ഉപയോഗിക്കുമ്പോൾ ഇതെന്ന് പറഞ്ഞാൽ വേറെ ഡിസ്കംഫോർട്ടൊക്കെ ഒഴിവാക്കാം. അതുപോലെ നമ്മുടെ പ്രൊസീജിയറിൻ്റെ സമയത്ത് ബ്ലീഡിങ് ഉണ്ടാവുന്നത് കുറയ്ക്കാം, വാസോ കൺസ്ട്രക്ഷൻ ഉണ്ടാവുന്നത് വഴി. പിന്നെ നമ്മൾ ബ്ലീഡിങ്ങിൻ്റെ സൈറ്റ് ആണെങ്കിൽ ബ്ലീഡിങ് സൈറ്റ്സ് ആണെങ്കിൽ അത് കോട്ടറൈസ് ചെയ്യണം, ഉള്ളിൽ പാക്ക് വെക്കണം, ചിലപ്പോൾ ഉള്ളിൽ സ്പ്ലിൻറ്റ് വെക്കേണ്ടി വരും. അഡഷൻസ് ഉണ്ടാവുന്നത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട്. ഓക്കെ. അപ്പോൾ നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത് ഒരു സ്നെയർ ലൈക്ക് ഇൻസ്ട്രുമെൻ്റ് ആയിരിക്കും. ഇങ്ങനെയുള്ള ഒരു ഇൻസ്ട്രുമെൻ്റ് ഉപയോഗിച്ചാണ് നമ്മൾ ഈ ഒരു പോളിപ്പ് റിമൂവ് ചെയ്യുന്നത്. അപ്പോൾ ബ്ലീഡിങ് ഉണ്ടാവുന്നത് കുറയ്ക്കാനായിട്ട് നമ്മൾ അനസ്തെറ്റിക് ഉപയോഗിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ അവിടെ വാസോ കൺസ്ട്രക്ഷൻ നടന്ന് ബ്ലീഡിങ് കുറയുന്നു, ബ്ലീഡിങ് സൈറ്റിനെ കോട്ടറൈസ് ചെയ്യുന്നു, പാക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, അഡഷൻസ് തടയാനായിട്ട് സ്പ്ലിൻറ്റും യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ. ഇനി നമ്മൾ അഥവാ ഇങ്ങനെ ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ നെയ്സൽ പാക്കിംഗ് കൊടുക്കുന്നുണ്ട് അല്ലെ, ഉള്ളിലോട്ട് ഇൻസേർട്ട് ചെയ്യുന്നുണ്ട്. ഈ നെയ്സൽ പാക്കിങ് ചിലപ്പോൾ ഓപ്പറേഷന് ശേഷവും ബ്ലീഡിംഗ് ഉണ്ടാവാം. അതുകൊണ്ട് ഈ പാക്ക് വെച്ച് കഴിഞ്ഞാലും അത് കുറച്ച് മണിക്കൂറുകൾ അവിടെ തന്നെ വെക്കും അല്ലേ. നമ്മൾ അല്ലെങ്കിൽ ബ്ലീഡിംഗ് ഉണ്ടാവുമ്പോൾ നമ്മളൊരു 48 to 72 3 ദിവസം വരെയൊക്കെ ചിലപ്പോൾ പാക്സ് വെക്കാം, ഈ നെയ്സൽ പാക്ക് വെക്കാം ബ്ലീഡിങ്ങിന്. അപ്പോൾ ഇവിടെയും ഓപ്പറേഷന് ശേഷവും ബ്ലീഡിംഗ് ഉണ്ടാവാം. അപ്പോൾ അത് തടയാനായിട്ട് നമ്മൾ എന്താ ചെയ്യുക, അവിടെ മെയിൻറ്റെയിൻ ചെയ്യും സെവറൽ അവേഴ്സ് ഈ നെയ്സൽ പാക്കിംഗ്. ഓക്കെ. അപ്പോൾ എന്താ ചെയ്യുന്നത്, ഈ ഒരു നെയ്സൽ പാക്ക് വെച്ചിട്ടുണ്ട്, അതുപോലെ അവിടെ ഒരു എഡീമയൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർക്ക് എന്താ ചെയ്യുക, മൂക്കിലൂടെ ശ്വാസം വിടാൻ പറ്റുന്നില്ലായിരിക്കും. അപ്പോൾ അവർ മൗത്തിലൂടെ ബ്രീത്ത് ചെയ്യേണ്ടി വരും കേട്ടോ, ഒരു 24 to 48 hours. അപ്പോൾ ഈ ഒരു പോളിപെക്ടമി നമുക്ക് ജസ്റ്റ് ഒരു ലോക്കൽ കൊടുത്തിട്ട് ചെയ്യാം. അപ്പോൾ അതിന് ശേഷം ചിലപ്പോൾ ബ്ലീഡിങ് ഉണ്ടാവാൻ സാധ്യത ഉള്ളതുകൊണ്ട് നമ്മൾ നെയ്സൽ പാക്ക് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ നെയ്സൽ പാക്ക് അവിടെ ഒരു എഡീമയൊക്കെ കാരണം അവർക്ക് നോസിലൂടെ ബ്രീത്ത് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് മൗത്തിലൂടെ അവർക്ക് ബ്രീത്ത് ചെയ്യേണ്ടി വരും. ഒരു 24 to 48 hours അവർക്ക് മൗത്തിലൂടെ ബ്രീത്ത് ചെയ്യേണ്ടി വരും. ഓക്കെ. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സർജറി കഴിഞ്ഞു എന്ന് വെച്ചോ കേട്ടോ. അപ്പോൾ ഈ സർജറി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുന്നത്, എപ്പോഴും വായ്ക്കുള്ളിൽ ഓറൽ ക്യാവിറ്റി നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നോക്കണം. ഓക്കെ. എല്ലാം ഇഫക്റ്റീവ് ആണോ. ഇപ്പോൾ ഈവൻ കുട്ടികളുടെ കേസിലാണെങ്കിൽ പോലും നമ്മൾ ഓറൽ ക്യാവിറ്റി നോക്കണം. കാരണം അവർ ഇടയ്ക്കിടയ്ക്ക് സ്വാളോ ചെയ്യുന്നുണ്ടോ, ബ്ലീഡിങ് വല്ലതും ഉണ്ടാവുന്നുണ്ടോ എന്നൊക്കെ നോക്കാനാണ്. അപ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അവർ സ്വാളോ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ബ്ലീഡിങ് ഉണ്ടാവുന്നത് കൊണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഓറൽ ക്യാവിറ്റി നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നോക്കണം. ഈവൻ കുട്ടികളുടെ കേസിലാണെങ്കിൽ പോലും പോളിപെക്ടമി കഴിഞ്ഞതിന് ശേഷം ഇതുണ്ടോ എന്ന്, ഇപ്പോൾ ഓറൽ ക്യാവിറ്റി അവർ നോക്കാൻ സമ്മതിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവരിങ്ങനെ സ്വാളോ ചെയ്യുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. ഈ പോളിപെക്ടമി കഴിഞ്ഞിട്ടുള്ള കുട്ടികൾ ഇങ്ങനെ സ്ഥിരമായിട്ട് എപ്പോഴും ഇങ്ങനെ സ്വാളോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവർക്ക് ബ്ലീഡിങ് ഉണ്ടായത് കൊണ്ടായിരിക്കാം. അതുകൊണ്ട് ഈ പോളിപെക്ടമി ചെയ്തതിന് ശേഷം ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ആൻഡ് അതൊരു PYQ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഓറൽ ക്യാവിറ്റി ഫ്രീക്വൻ്റ് ആയിട്ട് നമ്മളത് നോക്കണം കേട്ടോ, ഇൻസ്പെക്ട് ചെയ്യണം. ഓക്കെ. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഈ പോളിപ്പ് ഇങ്ങനെ സ്ഥിരമായിട്ട് ഫ്രീക്വൻ്റ് ആയിട്ട് വരുന്നവർക്ക് ചിലപ്പോൾ ആസ്മ ഉണ്ടാവാം കേട്ടോ. അതുപോലെ അവർക്ക് ആസ്പിരിൻ അലർജിയും ഉണ്ടാകാം. ഇതിനെയാണ് നമ്മൾ ട്രയാഡ് ഡിസീസ് എന്ന് പറയുന്നത്. ട്രയാഡ് ഡിസീസ് എന്ന് പറഞ്ഞാൽ അവിടെ ഏതൊക്കെ ഡിസീസ് ഉണ്ട്, 3 അസുഖങ്ങളുണ്ട്. ഏതൊക്കെയാണെന്നറിയോ, ഒന്ന് ആസ്മ, ഒന്ന് നമ്മുടെ നെയ്സൽ പോളിപ്പ്, പിന്നെ ഉള്ള ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആസ്പിരിൻ അലർജി. ഓക്കെ. അപ്പോൾ ഈ പോളിപ്പ് ഉള്ള ആള് ഇങ്ങനെ സ്ഥിരമായിട്ട് നെയ്സൽ പോളിപ്പ് ഫ്രീക്വൻ്റ് ആയിട്ടുള്ള പേഷ്യൻസിന് ചിലപ്പോൾ അവർക്ക് ആസ്മയുടെ ബുദ്ധിമുട്ടും ഉണ്ടാകാം. അതുപോലെ ചിലപ്പോൾ അവർക്ക് ആസ്പിരിൻ്റെ അലർജി ഉണ്ടാകാം. അതിനെയാണ് നമ്മൾ ട്രയാഡ് ഡിസീസ് എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ ഈ ഒരു പോളിപ്പ് ഉള്ള പേഷ്യൻ്റ് പോളിപെക്ടമിക്ക് ശേഷം ചിലപ്പോൾ അവരുടെ അലർജി നമ്മുടെ ആസ്മയുടെ ബുദ്ധിമുട്ടൊക്കെ ചിലപ്പോൾ കൂടാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ പോളിപെക്ടമിക്ക് ശേഷം ഇപ്പോൾ ആസ്മയുള്ള പേഷ്യൻസിന് ആസ്മ കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ട്രയാഡ് ഡിസീസ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇത് 3 ഉണ്ടാവും. എന്തൊക്കെയാണ്, ആസ്മയും നെയ്സൽ പോളിപ്പും ആസ്പിരിൻ അലർജിയും ഉണ്ടാകാം. അപ്പോൾ അതിനെയാണ് നമ്മൾ ട്രയാഡ് ഡിസീസ് എന്ന് വിളിക്കുന്നത്. ഇതും നമുക്ക് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതാണ് കേട്ടോ. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ. അപ്പോൾ ആസ്മയുടെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോൾ കൂടാം ഈ ഒരു പോളിപെക്ടമിക്ക് ശേഷം.
പിന്നെ എന്താണ്, നമ്മൾ പോളിപെക്ടമിക്ക് ശേഷം നമ്മൾ പേഷ്യൻറ്റിനെ പ്ലേസ് ഇരുത്തേണ്ടത് ഒന്നുകിൽ സെമി ഫൗളർ അല്ലെങ്കിൽ സെമി ഫൗളർ പൊസിഷൻ അല്ലെങ്കിൽ ഹൈ ഫൗളർ പൊസിഷൻ. ഓക്കെ, സെമി ഫൗളർ ടു ഹൈ ഫൗളർ പൊസിഷനിലാണ് കേട്ടോ സർജറിക്ക് ശേഷം. എഡീമ കുറയ്ക്കാനായിട്ട്, എന്തിനാണ്? ടു മിനിമൈസ് എഡീമ, നീരൊന്നും ഉണ്ടാവാതിരിക്കാനായിട്ട് നമ്മൾ പേഷ്യൻറ്റിനെ ഒന്നുകിൽ സെമി ഫൗളർ ടു ഹൈ ഫൗളർ പൊസിഷൻ കേട്ടോ. അപ്പോൾ ഇതിനും ഈ ഒരു പൊസിഷനും ഇടയിലുള്ള പൊസിഷനിലായിരിക്കണം നമ്മൾ പേഷ്യൻറ്റിനെ കീപ്പ് ചെയ്യേണ്ടത്. എന്തിനാണ്? ടു മിനിമൈസ് എഡീമ. നമ്മൾ എന്ത് കാര്യം പഠിക്കുമ്പോഴും നമ്മൾ വൈ എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ആൻസർ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടാവണം. അല്ലാതെ എന്തും നമ്മൾ കേട്ട് വിശ്വസിക്കരുത്. അഥവാ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലോ ക്ലാസ്സിലോ നിങ്ങൾക്ക് അതിനൊരു ആൻസർ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിളോ ചാറ്റ് GPT നോക്കി കണ്ടുപിടിക്കാം. ആ ഒരു വൈ ആൻസർ, നിങ്ങൾ എന്തൊരു പീസ് ഓഫ് ഇൻഫർമേഷൻ നിങ്ങൾ ഉള്ളിലേക്ക് എടുക്കുന്നെങ്കിലും ആ ഒരു വൈ ആൻസർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ എങ്ങനെ ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. കാരണം ഇപ്പോൾ അസേർഷൻ, റീസണിങ്, സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ഒക്കെ വരുന്നതാണല്ലേ. അപ്പോൾ നമ്മൾ ഈ ഒരു വൈ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ആൻസർ ഉണ്ടാവണം. ഓക്കെ, എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നു, എന്തുകൊണ്ട് എന്ന് പറഞ്ഞാൽ നമുക്കൊരു, എന്നാൽ ആ ഒരു ക്വറി ഉണ്ടായാൽ മാത്രമേ നമ്മുടെ സ്റ്റഡിയും കംപ്ലീറ്റ് ആവുകയുള്ളൂ ഏതൊരു കാര്യം പഠിക്കുമ്പോഴും കേട്ടോ. യെസ്, അപ്പോൾ ഈ ഒരു പൊസിഷനിൽ ഇരുത്തുന്നത് നമ്മുടെ എഡീമ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനൊരു പൊസിഷനിൽ ഇരുത്തുന്നത്. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യാം? യെസ്, നമ്മുടെ ആ ബ്ലീഡിങ് മാറ്റാനായിട്ട് നമ്മൾ പാക്ക് വെക്കും, നെയ്സൽ പാക്ക് വെക്കും എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ ഇതുപോലെ ബ്ലീഡിങ് കൺട്രോൾ ചെയ്യാനും എഡീമ കുറയ്ക്കാനുമായിട്ട് നമ്മൾ ഐസ് കംപ്രസ് കൊടുക്കും കേട്ടോ. യൂസ് ഓഫ് ഐസ് കംപ്രസസ്. ആദ്യത്തെ ഒരു 2 ദിവസം ഈ പോളിപ്പ് റിമൂവ് ചെയ്തതിന് ശേഷം ഒരു 2 ദിവസം ഐസ് വെക്കാൻ പറയുവേ. എന്തിനാണെന്നറിയോ? നീര് കുറയ്ക്കാനും ബ്ലീഡിങ് കുറയ്ക്കാനും ഒക്കെയാണ്. ഓക്കെ, പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വൈറ്റൽ സൈൻസ് ഒക്കെ നോക്കും കേട്ടോ. ടെമ്പറേച്ചർ, ഹൈറ്റ്, വെയിറ്റ്, അതെല്ലാം, എല്ലാ പൾസസും അങ്ങനത്തെ സംഭവങ്ങളെല്ലാം, ഈ വൈറ്റൽ സൈൻസ് എല്ലാം BP-യും ഒക്കെ നോക്കണം. അപ്പോൾ അവിടെ അതിലെന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടോ എന്നുള്ളതൊക്കെ നോക്കണം. പിന്നെ അവരുടെ ഓറോ ഫാരിങ്സ് ഇൻസ്പെക്ട് ചെയ്യണം. നമ്മൾ പറഞ്ഞ പോലെ ഓറൽ ക്യാവിറ്റി ഇൻസ്പെക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ കുഞ്ഞുങ്ങളുടെ കേസിൽ അവർ സമ്മതിച്ചില്ല എന്നുണ്ടെങ്കിൽ ഫ്രീക്വൻറ്റ് സ്വോളോയിങ് ഉണ്ടോ എന്ന് നോക്കുക. ഫ്രീക്വൻറ്റ് സ്വോളോയിങ് ഉണ്ടെങ്കിൽ അവിടെ ബ്ലീഡിങ് ഉണ്ട് എന്ന് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. അത് ക്വസ്റ്റ്യൻ വന്നതാണ്. ഐസ് കംപ്രസ് ഉപയോഗിക്കാം, നെയ്സൽ പാക്ക് ഉപയോഗിക്കാം, നെയ്സൽ സ്പ്ലിൻറ്റ് ഉപയോഗിക്കാം. അപ്പോൾ ബ്ലീഡിങ് മാറ്റാനായിട്ട് നമ്മൾ ഒരു എല്ലയുടെ സഹായത്തോടെ ആയിരിക്കും ലിഗ്നോക്കൈൻ അല്ലെങ്കിൽ എപ്പിനെഫ്രിൻ മുതലായ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ നെയ്സൽ പോളിപ്പിനെ പറ്റി പറഞ്ഞു. ഔട്ട് പൗച്ചിങ്സ് ഓഫ് ദ മ്യൂക്കസ് മെംബ്രെയിൻ അല്ലേ, അത് സോളിറ്ററി ആകാം അല്ലെങ്കിൽ കമ്പൈൻഡ് ആയിട്ട് വരാം. അപ്പോൾ മെഡിക്കൽ എന്തൊക്കെയാണ് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നത്, അതിനനുസരിച്ച് മെഡിക്കൽ മാനേജ്മെന്റ് ആണ് നമ്മൾ ഓപ്റ്റ് ചെയ്യുന്നത്. മെഡിക്കൽ മാനേജ്മെന്റിൽ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത്രയും ബ്രീത്തിങ് ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ആ ഒരു പോളിപ്പിനെ റിമൂവ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ലോക്കൽ അനസ്തേഷ്യ കൊടുത്തിട്ടായിരിക്കും സ്നെയർ പോലുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ഉപയോഗിച്ച് നമ്മൾ ഈ ഒരു പോളിപെക്ടമി ചെയ്യുന്നത്. അപ്പോൾ അതിനുശേഷം ബ്ലീഡിങ് ഉണ്ടാവാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ ഈ അനസ്തെറ്റിക് കൊടുക്കുമ്പോൾ അവിടെ കൺസ്ട്രക്ഷൻ ഓഫ് ബ്ലഡ് വെസൽസ് ഉണ്ടായിട്ട് കുറയാം. അല്ലെങ്കിൽ ബ്ലീഡിങ് തടയാനായിട്ട് നമ്മൾ നെയ്സൽ പാക്ക് വെച്ച് കൊടുക്കും, അല്ലെങ്കിൽ ഐസ് കംപ്രസ് വെച്ച് കൊടുക്കും ഒക്കെ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിന് ശേഷം മൗത്ത് ബ്രീത്തിങ് ആയിരിക്കും അഡ്വക്കേറ്റ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ വൈറ്റൽ സൈൻസ് നോക്കണം, ഓറൽ ക്യാവിറ്റി എക്സാമിൻ ചെയ്യണം, ഓറോഫാരിങ്സ് ഇൻസ്പെക്ട് ചെയ്യണം. അപ്പോൾ അതിനുശേഷം ഈ ഒരു പോളിപെക്ടമിക്ക് ശേഷം പേഷ്യൻറ്റിനെ സെമി ഫൗളർ ടു ഹൈ ഫൗളർ പൊസിഷനിലായിരിക്കും നമ്മൾ പറയുന്നത് ഇരിക്കാനായിട്ട്. കാരണം അല്ലെങ്കിൽ എഡീമ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, അല്ലെ, നീരുണ്ടാവാൻ സാധ്യതയുള്ളത് കൊണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ നെയ്സൽ പോളിപ്പിനെ പറ്റി പറഞ്ഞത്. ക്ലിനിക്കലി വളരെയധികം കേസസ് ഉള്ള ഒരു കണ്ടീഷനാണ് അല്ലേ നമ്മുടെ നെയ്സൽ പോളിപ്പ്. അതുപോലെ തന്നെ നമ്മൾ നിരവധി കേസസ് കാണുന്നതാണ് നമ്മുടെ DNS എന്ന് പറയുന്നത് അല്ലെ, ഡീവിയേറ്റഡ് നെയ്സൽ സെപ്റ്റം, അല്ലെങ്കിൽ ആ നെയ്സൽ ഫ്രാക്ചർ ഉണ്ടാവുന്ന ഒരു കണ്ടീഷൻ. ഓക്കെ, അപ്പോൾ നെയ്സൽ സെപ്റ്റം നമുക്കറിയാലോ, നെയ്സൽ സെപ്റ്റം ഇതാണ് അല്ലേ നെയ്സൽ സെപ്റ്റം. അത് നെയ്സൽ സെപ്റ്റം ഇങ്ങനെ ഡീവിയേറ്റഡ് ആയിട്ടിരിക്കുന്നു. ഓക്കെ, അപ്പോൾ നെയ്സൽ സെപ്റ്റം എന്ന് പറയുന്നത് ഡിവൈഡിങ് സ്ട്രക്ചർ ഓഫ് ദി നോസ് ആണ്. അത് യൂഷ്വലി സ്ട്രെയിറ്റ് ആണ് അല്ലേ. അപ്പോൾ നോസിന് 2 ഈക്വൽ ചേംബേഴ്സ് ആയി മാറുന്നത്. എന്തെങ്കിലും ഒരു ട്രോമ വന്നിട്ട് വല്ലതും ചിലപ്പോൾ സെപ്റ്റം എന്തെയും ഡീവിയേറ്റഡ് ആവും. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? എസിമെട്രിക്കൽ ആയിട്ടുള്ള ബ്രീത്തിങ് പാസേജസ് ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ഡീവിയേഷൻ പോലെ ഉണ്ടാവും അല്ലേ. അല്ലെങ്കിൽ ഇവിടെ സ്ട്രെയിറ്റ് അല്ലേ? യെസ്, ഇറ്റ് ഈസ് സ്ട്രെയിറ്റ്. പക്ഷെ എന്തെങ്കിലും ഒരു ട്രോമ വല്ലതും വന്നിട്ട് അത് ചിലപ്പം ഡീവിയേറ്റഡ് ആയിട്ടിരിക്കാം. അപ്പോൾ പാസേജ് ഒക്കെ എസിമെട്രിക്കൽ ആയിരിക്കും. ഓക്കെ, അപ്പോൾ എന്താ ചിലപ്പോൾ പല ബുദ്ധിമുട്ടുകൾ ഇറ്റ് ഡിപ്പെൻസ്, ഇൻഡിവിജ്വലി വേരി ചെയ്യും അല്ലേ. ഒന്നുകിൽ എന്താണ് ബ്രീത്തിങ്ങിന് ബുദ്ധിമുട്ടുണ്ടാകും, നെയ്സൽ ബ്രീത്തിങ്ങിന് ഒരു ഒബ്സ്ട്രക്ഷൻ ഉണ്ടാകും കേട്ടോ, ഒരു ഒബ്സ്ട്രക്ഷൻ ഉണ്ടാകും. പിന്നെ എന്താണ്
യെസ്, ആ നെയ്സൽ മ്യൂക്കോസയിൽ അവിടെയൊക്കെ ഒരു ഡ്രൈനെസ് ഉണ്ടാകും. ഡ്രൈനെസ് ഓഫ് നെയ്സൽ മ്യൂക്കോസ ഉണ്ടാകും, ബ്ലീഡിങ് ഉണ്ടാകാം. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വൃത്തികേട് പോലെ അല്ലെ, ഒരു കോസ്മെറ്റിക് കാണാനുള്ള ഒരു ബുദ്ധിമുട്ട് പോലെ ഒരു കോസ്മെറ്റിക് ഡിഫോമിറ്റി ആയിട്ടും നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഒരു നെയ്സൽ ബ്രീത്തിങ്ങിന് ഒരു ഒബ്സ്ട്രക്ഷൻ ആയിട്ട് പറയാം, അല്ലെങ്കിൽ നെയ്സൽ മ്യൂക്കോസയ്ക്ക് ഒരു ഡ്രൈനെസ് അതുവഴി ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടാവുന്നു, അല്ലെങ്കിൽ കോസ്മെറ്റിക് ഡിഫോമിറ്റി ആയിട്ടും നമുക്കത് കൺസിഡർ ചെയ്യാവുന്നതാണ്. യെസ്, പിന്നെ അവിടെ എന്താണ്, യെസ്, ഒരു ഒബ്സ്ട്രക്ഷൻ ഉണ്ടാവുന്നു അല്ലെ. അപ്പം നമ്മുടെ എയറിന്റെ വെലോസിറ്റി വ്യത്യാസപ്പെടുന്നു, എയർ നമ്മുടെ മൂക്കിലൂടെ പോകുന്ന എയറിന്റെ വെലോസിറ്റിയിൽ വ്യത്യാസം വരുന്നു അല്ലെ. അതുപോലെ തന്നെ നോർമൽ ആയിട്ടുള്ള നെയ്സൽ ആക്ടിവിറ്റി എല്ലാം ഓൾട്ടർ ആവുന്നു, ഇതിങ്ങനെ ഡീവിയേറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. പിന്നെ എന്താണ്, അവിടെ ഡ്രൈ ആവുന്നു, അവിടെ ക്രസ്റ്റിംഗ് ഉണ്ടാവുന്നു, പിന്നെ ചിലപ്പോൾ ബ്ലീഡിങ് ഉണ്ടാവുന്നു, പിന്നെ ഈ നോസിനെ ലൈൻ ചെയ്തിരിക്കുന്ന മെംബ്രെയിനിലും എല്ലാം വ്യത്യാസങ്ങൾ ഉണ്ടാവുന്നു. ഓക്കെ, അപ്പം വെലോസിറ്റി ഓഫ് എയറിൽ വ്യത്യാസം ഉണ്ടാകുന്നു, നോർമൽ ആയിട്ടുള്ള ഒരു നെയ്സൽ ആക്ടിവിറ്റിയിൽ വ്യത്യാസം ഉണ്ടാകുന്നു, മൂക്കിനുള്ളിൽ ഡ്രൈ ആകുന്നു, ക്രസ്റ്റിംഗ് ഉണ്ടാകുന്നു, ബ്ലീഡിങ് ഉണ്ടാകുന്നു, പിന്നെന്താണ്, മൂക്കിനെ ലൈൻ ചെയ്തിരിക്കുന്ന മെംബ്രെയിനിലും വ്യത്യാസം ഉണ്ടാകുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ DNSൽ ഉണ്ടാകുന്നത്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഥവാ ഒരു നെയ്സൽ ഫ്രാക്ചർ ഉണ്ടായി എന്ന് വെച്ചോ, അപ്പം നമ്മൾ എന്താണ്, ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള മെഡിക്കൽ മാനേജ്മെന്റ് ആവശ്യമാവും അല്ലെ, ഒരു ഫ്രാക്ചർ ആണ് ഉണ്ടായെങ്കിൽ. ഓക്കെ, കാരണം കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ അവിടെ എന്തെങ്കിലും ഇഞ്ചുറി വന്നിട്ടുണ്ടെങ്കിൽ വിത്തിൻ സെവറൽ അവേഴ്സ് നല്ലൊരു എഡീമ സിവിയർ ആയിട്ട് അവിടെ ഒരു നീര് പോലെയൊക്കെ വരും. എന്താണ് അപ്പോഴത്തേക്ക് എന്താ, പിന്നെ നമുക്കത് ആ ഒരു ഫ്രാക്ചർ മാറ്റാനും ബുദ്ധിമുട്ടാവും. അപ്പം അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു മെഡിക്കൽ, അപ്പം നെയ്സൽ ഫ്രാക്ചർ ആണെന്നുണ്ടെങ്കിൽ നെയ്സൽ ഫ്രാക്ചർ നമ്മൾ വെച്ചിരിക്കരുത്, ഉടൻ തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള മാനേജ്മെന്റ് വേണം. കാരണം അല്ലെങ്കിൽ എന്താ പറ്റുക, നമ്മൾ നീര് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിൻ്റെ ഒരു റിഡക്ഷൻ ഓഫ് ദി ഫ്രാക്ചർ വളരെ ബുദ്ധിമുട്ടാകും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ്, പെട്ടെന്ന് തന്നെ നമ്മളതൊരു മെഡിക്കൽ മാനേജ്മെന്റ് ഇമ്മീഡിയറ്റ് ആയിട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇഞ്ചുറിക്ക് ശേഷം നമ്മൾ എന്താ ചെയ്യുക, ഐസ് വെച്ച് കൊടുത്താൽ മതിയാവും കേട്ടോ. ഒരു സിമ്പിൾ നെയ്സൽ ഫ്രാക്ചർ ആണെങ്കിൽ നമുക്ക് ഒരു എമർജൻസിയിൽ ഫെസിലിറ്റിയിൽ തന്നെ നമുക്കത് റെഡ്യൂസ് ചെയ്യാൻ പറ്റും, ഒരു ലോക്കൽ അനസ്തേഷ്യ കൊടുത്തിട്ട്. അപ്പോൾ ഒരു ഫ്രാക്ചർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വിത്തിൻ അവേഴ്സ് നമ്മൾ ഐസ് വെച്ചിട്ട് നമ്മൾ പെട്ടെന്ന് മെഡിക്കൽ മാനേജ്മെന്റ് കൊടുക്കണം, അല്ലെങ്കിൽ എഡീമ വരും. അപ്പോൾ ഒരു സിമ്പിൾ ഫ്രാക്ചർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ്, ഒരു മെഡിക്കൽ ഫെസിലിറ്റിയിൽ കൊണ്ടുപോയാൽ മതിയാവും അല്ലേ. പക്ഷേ ഇപ്പോൾ ചിലപ്പോൾ ഇമ്മീഡിയറ്റ് റിഡക്ഷൻ നമുക്ക് പെട്ടെന്ന് തന്നെ ആ ഫ്രാക്ചർ ശരിയാക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, യെസ്, അതിന് നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് ദിവസം വെയിറ്റ് ചെയ്യണം, നമ്മുടെ എഡീമ സബ്സൈഡ് ആവാനായിരിക്കും അല്ലെ, ആ നീരൊന്ന് സബ്സൈഡ് ആവാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, ബട്ട് ബിഫോർ ഹീലിംഗ് ബിഗിൻസ്. ഓക്കെ, എന്നാൽ അതിന് മുന്നേ തന്നെ ആ ഹീലിംഗ് തുടങ്ങിയിരിക്കും, എന്നാലും ആ കംപ്ലീറ്റ് റിഡക്ഷൻ ഉണ്ടാവില്ല ആ ഒരു എഡീമ ഉണ്ടെങ്കിൽ. അപ്പോൾ എഡീമ മാറാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതാണ് നെയ്സൽ ഫ്രാക്ചർ. അപ്പോൾ നെയ്സൽ ഫ്രാക്ചർ ആണെന്നുണ്ടെങ്കിൽ മണിക്കൂറുകൾക്കുള്ളിൽ പെട്ടെന്ന് ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകണം, അത് പെട്ടെന്ന് റിഡക്ഷൻ ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ എഡീമ വരാൻ സാധ്യതയുണ്ട്. അതിൽ എഡീമയൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് നാൾ വെയിറ്റ് ചെയ്ത് ആ എഡീമ ഒന്ന് സബ്സൈഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതിന്റെ കറക്ഷൻ നമ്മുടെ ഡീവിയേറ്റഡ് നെയ്സൽ സെപ്റ്റം ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ഫ്രാക്ചറിന്റെ റിഡക്ഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ നോസിലും എന്തെങ്കിലും ഒരു കോസ്മെറ്റിക് ഡിഫോമിറ്റി അത് റീകൺസ്ട്രക്ഷൻ ചെയ്യുന്നതായിക്കോട്ടെ. അപ്പോൾ ഇതിൻ്റെ എല്ലാം സർജറികൾ ഒരുപോലെയാണ്, സിമിലറാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ DNS മാറ്റുന്നതും നമ്മുടെ മൂക്കിന് വേറെ എന്തെങ്കിലും ഒരു കോസ്മെറ്റിക് ഡിഫോമിറ്റി ഉണ്ടായിട്ട് അത് ശരിയാക്കുന്നതും, അല്ലെങ്കിൽ ഈ ഫ്രാക്ചറിൻ്റെത് ശരിയാക്കുന്നതും എല്ലാം ഒരുപോലെ തന്നെയാണ്. സർജിക്കൽ മാനേജ്മെന്റ് ഒരുപോലെ തന്നെയാണ്. അത് മിക്കവാറും ഒന്നുകിൽ ഒരു ലോക്കൽ അനസ്തേഷ്യ കൊടുത്തിട്ട് ഒരു മൈൽഡ് സെഡേഷൻ വല്ലതും കൊടുക്കും. ഓക്കെ, അപ്പോൾ ഈ ലോക്കൽ അനസ്തെറ്റിക്സ് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും, അവരുടെ ആ ബ്ലഡ് വെസൽസിനെയൊക്കെ കൺസ്ട്രിക്ട് ചെയ്യും അല്ലെ, വാസോ കൺസ്ട്രിക്ടർ പ്രോപ്പർട്ടി ഉണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ബ്ലീഡിങ് കുറവായിരിക്കും ആ ഒരു സർജറിയുടെ സമയത്തും അതുപോലെ അതിന് ശേഷവും. അതിനുവേണ്ടി നമ്മൾ ലോക്കൽ അനസ്തേഷ്യ അതുപോലെ കുറച്ച് മൈൽഡ് സെഡേഷനും കൊടുക്കും. എന്നിട്ടായിരിക്കും നമ്മൾ ഈ ഒരു, അപ്പോൾ 3 എണ്ണത്തിനും ചെയ്യുന്ന സർജറി ഒന്ന് തന്നെയാണ്. നമ്മുടെ കോസ്മെറ്റിക് ഡിഫോമിറ്റി ആയിക്കോട്ടെ, നമ്മുടെ DNS ആയിക്കോട്ടെ, നെയ്സൽ ഫ്രാക്ചർ ആയിക്കോട്ടെ, നമ്മൾ ചെയ്യുന്ന സർജറി സെയിം ആണ്. അപ്പം DNSന് വേണ്ടി നമ്മൾ ചെയ്യുന്ന സർജറീനെ നമ്മൾ പറയുന്നത് എന്താണ്, നെയ്സൽ സെപ്റ്റോപ്ലാസ്റ്റി അല്ലെ. അത് കറക്റ്റ് ചെയ്യുന്നത് നെയ്സൽ സെപ്റ്റത്തിന്റെ ആ ഡീവിയേഷൻ കറക്റ്റ് ചെയ്യുന്നതിന് നമ്മൾ പറയുന്നത് നെയ്സൽ സെപ്റ്റോപ്ലാസ്റ്റി.
ഓക്കെ. അപ്പോൾ ഈ നമ്മുടെ സെപ്റ്റത്തിൻ്റെ രണ്ട് സൈഡിലും ഇൻസിഷൻ ഇട്ടിട്ടാണ് നമ്മളിത് ചെയ്യുക, നെയ്സൽ സെപ്റ്റോപ്ലാസ്റ്റി ചെയ്യുക. ഓക്കെ. എലിവേറ്റിംഗ് ദ മ്യൂക്കസ് മെംബ്രെയിൻ ആൻഡ് സ്ട്രെയിറ്റനിങ് ഓർ റിമൂവിങ് ദ ഒഫൻഡിങ് പോർഷൻ ഓഫ് ദ കാർട്ടിലേജ്. ഓക്കെ. അപ്പോൾ നമ്മൾ ഇൻസിഷൻ സെപ്റ്റത്തിൻ്റെ രണ്ട് സൈഡും ഇട്ടിട്ട് നമ്മുടെ മ്യൂക്കസ് മെംബ്രെയിനെ എലിവേറ്റ് ചെയ്ത് അതിനെ ഒന്നുകിൽ സ്ട്രെയിറ്റൻ ചെയ്യും അല്ലെങ്കിൽ റിമൂവ് ചെയ്യും. നമുക്ക് ആ ഒരു പ്രശ്നം ഉണ്ടാക്കുന്ന ആ കാർട്ടിലേജിനെ നമ്മൾ ശരി നേരെയാക്കും അല്ലെങ്കിൽ അതിനെ അങ്ങ് റിമൂവ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ക്രോണിക് എയർവേ ഒബ്സ്ട്രക്ഷൻ ഉണ്ടാക്കുന്ന രണ്ട് കണ്ടീഷൻസും അതെങ്ങനെയൊക്കെയാണ് നമ്മൾ മാനേജ് ചെയ്യുക എന്നുള്ളതുമാണ് നോക്കിയത്. ഏതൊക്കെയാണ്? നമ്മൾ നെയ്സൽ പോളിപ്പ്, അതുപോലെ ഡീവിയേറ്റഡ് നെയ്സൽ സെപ്റ്റം, അതുപോലെ തന്നെ എന്താണ് ഡീവിയേറ്റഡ് നെയ്സൽ സെപ്റ്റം, നെയ്സൽ ഫ്രാക്ചർ. അപ്പോൾ ഡീവിയേറ്റഡ് നെയ്സൽ സെപ്റ്റവും നെയ്സൽ ഫ്രാക്ചറും അതുപോലെ കോസ്മെറ്റിക് ഡിഫോമിറ്റി ഒക്കെ ഒരുപോലെ നമ്മൾ സർജിക്കൽ മാനേജ്മെന്റിലൂടെയാണ് നമ്മൾ മാനേജ് ചെയ്യുന്നത്. അതിൽ DNSന്റെ തന്നെ നെയ്സൽ സെപ്റ്റോപ്ലാസ്റ്റി എന്ന് പറയുന്നു. പിന്നെ നമ്മുടെ നെയ്സൽ പോളിപ്പിന് ചെയ്യുന്ന നെയ്സൽ പോളിപ്പെക്ടമി, അതിനുശേഷം നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത്, അതുപോലെ ആ ഫൗളേഴ്സ് പൊസിഷനിൽ സെമി ഫൗളർ ടു ഹൈ ഫൗളർ പൊസിഷനിൽ പേഷ്യൻറ്റിനെ കീപ്പ് ചെയ്യണം എന്നുള്ളത് ശ്രദ്ധിക്കണം. ട്രയാഡ് ഡിസീസ് എന്ന് പറഞ്ഞാൽ ആസ്മ, നെയ്സൽ പോളിപ്പ്, അതുപോലെ അലർജി ടു ആസ്പിറിൻ, ഇതിനെയാണ് നമ്മൾ ട്രയാഡ് ഡിസീസ് എന്ന് പറയുന്നത്. അങ്ങനെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ടോപ്പ് പോയിന്റ്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. PYQയിൽ ചോദിച്ച പോയിന്റ്സും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഈ ഒരു രണ്ട് മൂന്ന് കണ്ടീഷൻ, ഇമ്പോർട്ടൻറ്റ് കണ്ടീഷൻ്റെ മാനേജ്മെൻ്റ് ആണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ. ഇതുപോലെ നമ്മൾ എല്ലാ റെസ്പിറേറ്ററി കണ്ടീഷൻസിൻ്റെ മാനേജ്മെൻറ്റ് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ് ഡിസ്കസ് ചെയ്ത ടോപ്പിക്കുമായി ബന്ധപ്പെട്ട കുറച്ച് MCQs നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ആർ നെയ്സൽ പോളിപ്സ്? ഔട്ട്ഗ്രോത്ത്സ് ഓഫ് ബോൺ ഫ്രം ദ നെയ്സൽ ക്യാവിറ്റി, ഔട്ട്പൗച്ചിങ്സ് ഓഫ് മ്യൂക്കസ് മെംബ്രെയിൻ ലൈനിങ് ദ നോസ് ഓർ പാരാനേസൽ സൈനസസ്, ഫ്ലൂയിഡ് ഫിൽഡ് സാക്സ് ഇൻ ദ നെയ്സൽ ക്യാവിറ്റി, ബോൺസിസ് ഇൻ ദ നെയ്സൽ പാസേജസ്. ഏതായിരിക്കും ആൻസർ? അതെ, ഔട്ട്പൗച്ചിങ്സ് ഓഫ് മ്യൂക്കസ് മെംബ്രെയിൻ ലൈനിങ് ദ നോസ് ഓർ പാരാനേസൽ സൈനസസ്. Which of the following is not a cause of nasal polyp? Allergies, infection, ട്രോമ, ജെനറ്റിക് മ്യൂട്ടേഷൻസ്. ഇതിൽ ഏതാണ് നെയ്സൽ പോളിപ്പിൻ്റെ ഒരു കോസ് അല്ലാത്തത്? ഏതാണ്? അലർജി ആവാം, ഇൻഫെക്ഷൻ ആകാം, ജെനറ്റിക് മ്യൂട്ടേഷൻ ആകാം, ട്രോമ ആകാൻ സാധ്യതയില്ല അല്ലേ? അപ്പം നെയ്സൽ പോളിപ്പിൻ്റെ കോസ് അല്ലാത്തത് ഏതാണ്? ട്രോമയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, the primary method for reducing the size of nasal polyp. Nasal surgery, elimination of treatment or causative factors such as allergies, antibiotics, antihistamines. ഇതിൽ ഏതാണ് നമ്മുടെ നെയ്സൽ പോളിപ്പിന്റെ സൈസ് കുറയ്ക്കാൻ ചെയ്യുന്ന പ്രൈമറി മെത്തേഡ് എന്ന് പറയുന്നത്? എന്താ നമ്മൾ ആദ്യം ചെയ്യുക? എലിമിനേഷൻ ഓഫ് ഓർ ട്രീറ്റ്മെൻറ്റ് ഫോർ കോസേറ്റീവ് ഫാക്ടേഴ്സ് സച്ച് ആസ് അലർജി. ഇപ്പം അലർജി ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു കോസ് അല്ലെങ്കിൽ അത് എലിമിനേറ്റ് ചെയ്യുക, അത് ആദ്യം ചെയ്യുക. പിന്നെ നമ്മൾ അലർജിയുടെ ട്രീറ്റ് ചെയ്യുന്നത് ചിലപ്പോൾ നമ്മൾ പോളിപ്പ് റിമൂവ് ചെയ്തതിന് ശേഷമായിരിക്കും. അപ്പോൾ അലർജിയുടെ കാരണം അല്ലെങ്കിൽ ആ ഒരു കാരണം കണ്ടുപിടിച്ച് അത് എലിമിനേറ്റ് ചെയ്യുന്നതാണ് നമ്മൾ ആദ്യം ചെയ്യുക പ്രൈമറി ആയിട്ട്. അടുത്തത്, ഇൻ വാട്ട് പൊസിഷൻ ഷുഡ് എ ക്ലയൻറ്റ് ബി പ്ലേസ്ഡ് പോസ്റ്റ് സർജറി ഫോർ നെയ്സൽ പോളിപ്പെക്ടമി ടു മിനിമൈസ്? അപ്പോൾ എഡീമ കുറയ്ക്കാനായിട്ട് നമ്മൾ ഏത് പൊസിഷനിലാണ്? ലൈയിങ് ഫ്ലാറ്റ് ഓൺ ദ ബാക്ക്, സെമി ഫൗളർ ടു ഹൈ ഫൗളർ പൊസിഷൻ, പ്രോൺ പൊസിഷൻ, ലൈയിങ് ഓൺ ദ സൈഡ്. ഏത് പൊസിഷനിലായിരിക്കും നമ്മൾ കീപ്പ് ചെയ്യുക പേഷ്യൻറ്റിനെ? അതെ, സെമി ഫൗളർ ടു ഹൈ ഫൗളർ പൊസിഷൻ. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ടിപ്പിക്കലി യൂസ്ഡ് ഡ്യൂറിങ് നെയ്സൽ പോളിപ്പെക്ടമി ടു മിനിമൈസ് ഡിസ്കംഫോർട്ട് ആൻഡ് ബ്ലീഡിങ്? ഏതായിരിക്കും നമ്മൾ നെയ്സൽ പോളിപ്പെക്ടമി, നമ്മൾ പോളിപ്പ് റിമൂവ് ചെയ്തതിന് ശേഷം ഈ ഡിസ്കംഫോർട്ട് ഉണ്ടാവുന്നതും ബ്ലീഡിങ്ങും തടയാൻ നമ്മൾ എന്താ ചെയ്യുക? ഓറൽ അനാൽജസിക്സ്, ജനറൽ അനസ്തീഷ്യ, ലോക്കൽ അനസ്തെറ്റിക് വിത്ത് എപ്പിനെഫ്രിൻ, ഇൻട്രാവീനസ് സെഡേഷൻ. നമ്മൾ എന്ത് ചെയ്യും പോളിപ്പെക്ടമിക്ക് ശേഷം ഡിസ്കംഫോർട്ടും ബ്ലീഡിങ്ങും തടയാനായിട്ട്? അതെ, ലോക്കൽ അനസ്തെറ്റിക് അല്ലേ, വിത്ത് എപ്പിനെഫ്രിൻ അല്ലെങ്കിൽ ലിഗ്നോക്കെയിൻ ഒക്കെ വെച്ചിട്ട് നമ്മൾ അത് ചെയ്യാം. എന്തിനാണ്? അപ്പം വാസോ കൺസ്ട്രക്ഷൻ ഉണ്ടായിട്ട് ബ്ലീഡിങ് കുറവായിരിക്കും, ഡിസ്കംഫോർട്ടും കുറവായിരിക്കും. അടുത്തത്, ഹൗ ലോങ് ഷുഡ് നെയ്സൽ പാക്കിംഗ് ടിപ്പിക്കലി റിമെയിൻ ഇൻ പ്ലേസ് ആഫ്റ്റർ നെയ്സൽ പോളിപ്പെക്ടമി? നെയ്സൽ പോളിപ്പെക്ടമിക്ക് ശേഷം എത്ര നേരമായിരിക്കും നമ്മൾ നെയ്സൽ പാക്കിംഗ് വെച്ചിരിക്കുക? സെവറൽ അവേഴ്സ് എന്ന് പറയുന്നുണ്ട് കേട്ടോ. കുറച്ച് നേരം നമ്മളത് വെച്ചിരിക്കുവേ. 24 പറയാം, 48, 24 അതിലും കൂടുതൽ, 48ലും കൂടുതൽ വെക്കാം അല്ലേ, 7. അപ്പോൾ സെവറൽ അവേഴ്സ് നമുക്ക് ആൻസർ ആയിട്ട് പറയാം.
അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് കോംപ്ലിക്കേഷൻ ക്യാൻ ഓഫൺ ബി സീൻ ഇൻ പേഷ്യൻസ് വിത്ത് നെയ്സൽ പോളിപ്പ്? ആസ്മ, നെയ്സൽ ഫ്രാക്ചർ, റൈനൈറ്റിസ്, സൈനസൈറ്റിസ്. ഏതായിരിക്കാം നെയ്സൽ പോളിപ്പ് ഉള്ള ഒരു പേഷ്യൻറ്റിന് ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു കോംപ്ലിക്കേഷൻ? അതെ, അവർക്ക് ആസ്മ കൂടാൻ സാധ്യതയുണ്ട് അല്ലേ. പിന്നെ നമ്മുടെ ട്രയാഡ് ഡിസീസ് നമ്മൾ ഈ സമയത്ത് ഓർക്കാം. എന്താണ് ട്രയാഡ് ഡിസീസ് എന്ന് പറയുന്നത്? 3 കണ്ടീഷൻ വരുന്നുണ്ട് അല്ലേ. എന്തൊക്കെയാണ്? 1 നെയ്സൽ പോളിപ്പ്, 2 ആസ്മ, 3 ആസ്പിരിൻ അലർജി. ഓക്കെ, അടുത്തത്, വാട്ട് ഈസ് എ കോമൺ ആഫ്റ്റർ കെയർ റെക്കമെൻഡേഷൻ ഫോർ പേഷ്യൻസ് പോസ്റ്റ് നെയ്സൽ പോളിപ്പെക്ടമി? അപ്പം അതെന്താണ്? നമ്മൾ പോളിപ്പെക്ടമിക്ക് ശേഷം നമ്മൾ പേഷ്യൻറ്റിന് എന്താണ് ആഫ്റ്റർ കെയർ? ഇൻക്രീസ് ഫിസിക്കൽ ആക്ടിവിറ്റി, frequent use of humidification and mouth care, avoid use of ice compresses, immediate resumption of normal diet. നമ്മൾ എന്തായിരിക്കും അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന ആഫ്റ്റർ കെയർ? യെസ്, ഫ്രീക്വൻറ്റ് യൂസ് ഓഫ് ഹ്യൂമിഡിഫിക്കേഷൻ ആൻഡ് മൗത്ത് കെയർ. ഓക്കെ, നമ്മളത് മൗത്തൊക്കെ എപ്പോഴും കെയർ ചെയ്യണം, അവിടെ ഇൻസ്പെക്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞാൽ ഓറോഫാരിങ്സും മൗത്തും ഒക്കെ. ഹ്യൂമിഡിഫിക്കേഷനും ഉപയോഗിക്കുന്നത് നല്ലതാണ്. അപ്പോൾ മൗത്ത് കെയറും ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ മൗത്ത് എപ്പോഴും നോക്കണം, ബ്ലീഡിങ് ഉണ്ടോ എന്നൊക്കെ ശ്രദ്ധിക്കണം. കിഡ്സിന് വരെ ഫ്രീക്വൻറ്റ് സ്വാളോയിങ് ഉണ്ടോ എന്നൊക്കെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിരുന്നു. A deviated nasal septum can lead to which of the following? Nasal congestion and difficulty breathing, chronic nasal infection, excess mucus production, increase in olfactory sensitivity. എന്താണ് ഒരു ഡീവിയേറ്റഡ് നേസൽ സെപ്റ്റം? എന്തൊക്കെ ചെയ്യുന്നുണ്ട്? A deviated nasal septum can lead to എന്തുണ്ടാക്കാം? യെസ്, ഡീവിയേറ്റഡ് നെയ്സൽ സെപ്റ്റത്തിന് നെയ്സൽ കൺജഷനും അതുപോലെ ഡിഫിക്കൽട്ടി ബ്രീത്തിങ്ങും ഉണ്ടാക്കാം. അടുത്തത്, വാട്ട് ഈസ് എ പ്രൈമറി ട്രീറ്റ്മെന്റ് ഫോർ ഡീവിയേറ്റഡ് നെയ്സൽ സെപ്റ്റം കോസിംഗ് ഡിഫിക്കൽട്ടി ഇൻ നെയ്സൽ ബ്രീത്തിങ്? എന്താണ് നമുക്ക് ഒരു DNS ഉള്ള ഒരു പേഷ്യന്റിന് നെയ്സൽ ബ്രീത്തിങ് ബുദ്ധിമുട്ടാണ്, അപ്പം നമ്മൾ ആദ്യം ചെയ്യുന്ന ഒരു പ്രൈമറി ട്രീറ്റ്മെന്റ് എന്താണ്? ആന്റി ഹിസ്റ്റമിൻസ് ആണോ, നെയ്സൽ സെപ്റ്റോപ്ലാസ്റ്റി ആണോ, സർജിക്കൽ റൈനോപ്ലാസ്റ്റി ആണോ, ഇൻട്രാനേസൽ സ്റ്റിറോയിഡ്? ഓക്കെ, അപ്പം നമ്മുടെ DNS ഉള്ള ഒരു പേഷ്യന്റിന് നെയ്സൽ ബ്രീത്തിങ് ബുദ്ധിമുട്ടാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് എന്ത് പ്രൈമറി ട്രീറ്റ്മെന്റാണ് കൊടുക്കുക? അതിനെ കറക്റ്റ് ചെയ്യും അല്ലെ. നെയ്സൽ സെപ്റ്റോപ്ലാസ്റ്റി ആണ് നമ്മൾ ചെയ്യുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഷുഡ് ബി ഡൺ ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ എ നെയ്സൽ ഫ്രാക്ചർ? ഒരു നെയ്സൽ ഫ്രാക്ചറിന് ശേഷം നമ്മൾ എന്താ ചെയ്യാന്നറിയോ? അവിടെ ഒരു ഫ്രാക്ചർ ഉണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? അപ്ലൈ ഹീറ്റ് ടു ദി എഫക്റ്റഡ് ഏരിയ, അപ്ലൈ ഐസ് ടു റെഡ്യൂസ് എഡീമ, വെയിറ്റ് സെവറൽ ഡേയ്സ് ബിഫോർ സീക്കിംഗ് മെഡിക്കൽ ഹെൽപ്പ്, അവോയ്ഡ് എനി മാനിപ്പുലേഷൻ ഓഫ് ദ നോസ്. നമ്മൾ എന്ത് ചെയ്യും? അത് അവിടെ ഐസ് വെച്ച് കൊടുത്തിട്ട് ഉടൻ തന്നെ നമ്മൾ മെഡിക്കൽ അറ്റൻഷൻ കൊടുക്കും അല്ലേ, അല്ലെങ്കിൽ എഡീമ വരും, പിന്നെ അത് റിഡക്ഷൻ ഓഫ് ദി ഫ്രാക്ചർ വളരെ ബുദ്ധിമുട്ടാകും. അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ ഇസ് എ സിമ്പിൾ നെയ്സൽ ഫ്രാക്ചർ ടിപ്പിക്കലി മാനേജ്ഡ്? ഒരു സിമ്പിൾ ആയിട്ടുള്ള നെയ്സൽ ഫ്രാക്ചർ ആണോ എന്ന് വെച്ചോ, അപ്പൊ നമ്മൾ എന്താ ചെയ്യുക? സർജറി വിത്ത് ജനറൽ അനസ്തീഷ്യ, റിഡക്ഷൻ അണ്ടർ ലോക്കൽ അനസ്തീഷ്യ ഇൻ ആൻ എമർജൻസി ഫെസിലിറ്റി, ന്യൂ ട്രീറ്റ്മെന്റ് റിക്വയർഡ്, നെയ്സൽ പാക്കിംഗ് ആൻഡ് ഒബ്സർവേഷൻ. ഒരു സിമ്പിൾ നെയ്സൽ ഫ്രാക്ചർ ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? യെസ്, അത് നമ്മൾ ഒരു ലോക്കൽ അനസ്തീഷ്യ കൊടുത്ത് അതിനെ റിഡക്ഷൻ ചെയ്യും അല്ലേ, ഒരു എമർജൻസി ഫെസിലിറ്റിയിൽ. യെസ്, അടുത്തത്, in a case of a nasal fracture, if immediate reduction isn't possible, how long should the practitioner wait before performing a reduction? ഇപ്പോൾ നമ്മൾ ഒരു നെയ്സൽ ഫ്രാക്ചറിൽ നമുക്ക് പെട്ടെന്ന് റിഡക്ഷൻ പോസിബിൾ അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര നാളാണ് വെയിറ്റ് ചെയ്യുക റിഡക്ഷൻ ചെയ്യുന്നതിന് മുന്നേ? കാരണം ഇപ്പം നീരായിട്ടിരിക്കുക അല്ലേ, അപ്പോൾ കുറച്ച് ദിവസം നമ്മൾ വെയിറ്റ് ചെയ്താൽ നീരൊന്ന് വറ്റണം, എന്നിട്ട് മാത്രമേ നമുക്ക് റിഡക്ഷൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എന്താണ്? സെവറൽ ഡേയ്സ് അണ്ടിൽ ദ എഡീമ സബ്സൈഡ്സ്. നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് തന്നെയാണ് അല്ലേ. വാട്ട് ഈസ് purpose of a nasal septoplasty? നമ്മൾ ആ nasal septoplasty ചെയ്യുന്നത് എന്തിനാണ്? To correct the cosmetic deformities of the nose, to repair a deviated nasal septum, to reduce the nasal congestion from allergies, to remove the nasal polyps. നമ്മൾ എന്തിനു വേണ്ടിയാണ് nasal septoplasty ചെയ്യുന്നത്? യെസ്, ആ നെയ്സൽ സെപ്റ്റോപ്ലാസ്റ്റി ചെയ്യുന്നത് നമുക്കുള്ള DNS കറക്റ്റ് ചെയ്യാനാണ് അല്ലെ. എന്താണ് DNS? ഡീവിയേറ്റഡ് നെയ്സൽ സെപ്റ്റം. അത് റിപ്പയർ ചെയ്യാനായിട്ടാണ് നമ്മൾ നെയ്സൽ സെപ്റ്റോപ്ലാസ്റ്റി ചെയ്യുന്നത്. അടുത്തത്, ഡ്യൂറിങ് എ നെയ്സൽ സെപ്റ്റോപ്ലാസ്റ്റി വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ഡൺ ടു ദ നെയ്സൽ സെപ്റ്റം? നമ്മൾ നെയ്സൽ സെപ്റ്റോപ്ലാസ്റ്റിയുടെ സമയത്ത് ഈ നെയ്സൽ സെപ്റ്റത്തിൽ നമ്മൾ എന്താ ചെയ്യുക? റിമൂവൽ ഓഫ് നെയ്സൽ പോളിപ്പ്, എലിവേഷൻ ഓഫ് ദ മ്യൂക്കസ് മെംബ്രെയിൻ ആൻഡ് സ്ട്രെയിറ്റനിങ് ഓർ റിമൂവൽ ഓഫ് കാർട്ടിലേജ്, ക്രിയേഷൻ ഓഫ് എ ന്യൂ പാസേജ് ഫോർ എയർ ഫ്ലോ, കംപ്ലീറ്റ് റിമൂവൽ ഓഫ് ദ സെപ്റ്റം. നമ്മൾ എന്താ ചെയ്യുക?
സെപ്റ്റോപ്ലാസ്റ്റിയുടെ സമയത്ത്? അതേ, മ്യൂക്കസ് മെംബ്രെയിനെ എലിവേറ്റ് ചെയ്തിട്ട് കാർട്ടിലേജിനെ സ്ട്രെയിറ്റൻ ചെയ്ത് അല്ലെങ്കിൽ അതിനെ റിമൂവ് ചെയ്ത് ആണ് ചെയ്യുക. നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് തന്നെയാണ്. വാട്ട് ഈസ് എ റൈനോപ്ലാസ്റ്റി? എന്താണ് റൈനോപ്ലാസ്റ്റി എന്ന് പറഞ്ഞാൽ? റീകൺസ്ട്രക്ഷൻ ഓഫ് എക്സ്റ്റേണൽ നോസ് ഫോർ കോസ്മെറ്റിക് ഓർ ഫങ്ഷണൽ റീസൺസ്, റിമൂവൽ ഓഫ് നെയ്സൽ പോളിപ്പ്, റിപ്പയർ ഓഫ് നെയ്സൽ സെപ്റ്റം, ട്രീറ്റ്മെന്റ് ഫോർ നെയ്സൽ ഫ്രാക്ചർ. എന്തിനാണ് നമ്മൾ റൈനോപ്ലാസ്റ്റി എന്ന് പറയുന്നത്? അതെ, റൈനോപ്ലാസ്റ്റി എന്ന് പറഞ്ഞാൽ ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു നോസിനെ റീകൺസ്ട്രക്ട് ചെയ്യുന്നതാണ് കോസ്മെറ്റിക് അല്ലെങ്കിൽ ഫങ്ഷണൽ റീസണിന്. റിമൂവൽ ഓഫ് നെയ്സൽ പോളിപ്പിനെ നമ്മൾ എന്ത് പറയുന്നു? റിമൂവൽ എന്ന് പറഞ്ഞാൽ എക്ടമി ആണ് അല്ലേ? അപ്പൊ അതിന്റെ പേര് എന്തായിരിക്കും? അതെ, നെയ്സൽ പോളിപ്പെക്ടമി. ഇനി റിപ്പയർ ഓഫ് നെയ്സൽ സെപ്റ്റത്തിന് നമ്മൾ എന്ത് പറയും? നെയ്സൽ സെപ്റ്റോപ്ലാസ്റ്റി അല്ലേ? നമ്മുടെ ഫ്രാക്ചറിന്റെ ട്രീറ്റ്മെന്റ്, നമ്മുടെ റിഡക്ഷൻ ട്രീറ്റ്മെന്റ് അല്ലേ, ആ സർജറി. ഓക്കെ, അപ്പൊ അല്ലെങ്കിൽ ആ സർജറീസ് ഒക്കെ സെയിം ആണ് അല്ലെ? ഒരുപോലത്തെ സർജിക്കൽ മാനേജ്മെന്റ് ആയിരിക്കും നമ്മൾ ചെയ്യുക. സെപ്റ്റോപ്ലാസ്റ്റിക്കും അല്ല, സെപ്റ്റത്തിനും DNSനും ഫ്രാക്ചറിനും കോസ്മെറ്റിക് ഡിഫോമിറ്റിക്കും എല്ലാം. അപ്പൊ റൈനോപ്ലാസ്റ്റി എന്ന് പറഞ്ഞാൽ ഒരു എക്സ്റ്റേണൽ നോസ് നമ്മൾ റീകൺസ്ട്രക്ട് ചെയ്ത് വെക്കുന്നതിനെയാണ് റൈനോപ്ലാസ്റ്റി എന്ന് പറയുന്നത്. ഇനി വാട്ട് ഈസ് എ ടിപ്പിക്കൽ അനസ്തേഷ്യ യൂസ്ഡ് ഫോർ നെയ്സൽ സർജറി സച്ച് ആസ് സെപ്റ്റോപ്ലാസ്റ്റി ഓർ റൈനോപ്ലാസ്റ്റി? സെപ്റ്റോപ്ലാസ്റ്റി, റൈനോപ്ലാസ്റ്റി ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനത്തെ അനസ്തീഷ്യ ഉപയോഗിക്കുന്നത്? ജനറൽ അനസ്തീഷ്യ, ലോക്കൽ അനസ്തീഷ്യ വിത്ത് മൈൽഡ് സെഡേഷൻ, റീജിയണൽ അനസ്തീഷ്യ, ഇൻട്രാവീനസ് സെഡേഷൻ ഉള്ളി. എന്താ ചെയ്യുക? അത് എല്ലേ കൊടുക്കും, എന്നിട്ടൊരു മൈൽഡ് സെഡേഷനും കൂടെ കൊടുക്കും കേട്ടോ. ലോക്കൽ അനസ്തീഷ്യ വിത്ത് മൈൽഡ് സെഡേഷൻ. അടുത്തത്, which is a potential outcome of a deviated nasal septum left untreated? ഇനി DNS ഉണ്ട്, പക്ഷെ നല്ല രീതിയിൽ ചികിത്സിച്ചില്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? പെർമനന്റ് നെയ്സൽ ബ്ലോക്കേജ്, ഇൻക്രീസ്ഡ് സെൻസ് ഓഫ് സ്മെൽ, സ്പോണ്ടേനിയസ് ഹീലിംഗ്, ഡ്രൈനസ് ആൻഡ് ക്രസ്റ്റിംഗ് ഓഫ് ദ നെയ്സൽ മെംബ്രെയിൻ. അതെ, നമുക്കൊരു DNS ഉണ്ട്, നമ്മളത് ചികിത്സിക്കാതെ അങ്ങനെ വെച്ചിരിക്കുകയാണെങ്കിൽ മൂക്കിലൊരു ഡ്രൈനെസ് വരാം, ക്രസ്റ്റിംഗ് വരാം, ബ്ലീഡിങ് ഒക്കെ വരാം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് എ കോമൺ പോസ്റ്റ് സർജിക്കൽ കെയർ റെക്കമെൻഡേഷൻ ആഫ്റ്റർ നെയ്സൽ സെപ്റ്റോപ്ലാസ്റ്റി ഓർ റൈനോപ്ലാസ്റ്റി? സെപ്റ്റോപ്ലാസ്റ്റി അല്ലെങ്കിൽ റൈനോപ്ലാസ്റ്റിക്ക് ശേഷം നമ്മൾ ചെയ്യുന്ന ഒരു പോസ്റ്റ് സർജറിക്ക് ശേഷം കൊടുക്കുന്ന കെയർ: അവോയ്ഡ് എനി മൂവ്മെന്റ് ഓഫ് ഫേസ്, അപ്ലൈ ഐസ് ടു ദ നോസ് ആൻഡ് അവോയ്ഡ് ബെൻഡിങ് ഫോർവേഡ്, റിട്ടേൺ ടു നോർമൽ ഫിസിക്കൽ ആക്ടിവിറ്റി വിത്തിൻ എ വീക്ക്, യൂസ് നെയ്സൽ ഡീകൺജസ്റ്റൻസ് റെഗുലർലി. നമ്മൾ എന്തായിരിക്കും, ആ ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടാവുക അല്ലെ? അപ്പൊ ബ്ലീഡിംഗ് കുറയ്ക്കാനായിട്ട് ഐസ് അപ്ലൈ ചെയ്യും. അതുപോലെ അങ്ങനെ ഫ്രണ്ടിലോട്ട് കുനിയാൻ പറ്റില്ല, അത് അവോയ്ഡ് ചെയ്യും. അവോയ്ഡ് ബെൻഡിങ് ഫോർവേഡ്. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് അപ്ലൈയിങ് ഐസ് കംപ്രസസ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ നെയ്സൽ സർജറി? എന്തിനാണ് നമ്മൾ നെയ്സൽ സർജറിക്ക് ശേഷം ഐസ് കൊടുക്കുന്നത്? To promote faster healing, to reduce swelling and control bleeding, to numb the surgical site, to prevent infection. എന്തിനു വേണ്ടിയായിരിക്കും നമ്മൾ ഐസ് കംപ്രസസ് വെക്കുന്നത്? യെസ്, ആ ഒരു എഡീമ കുറച്ച് ബ്ലീഡിങ് കൺട്രോൾ ചെയ്യാൻ അല്ലേ? ഒരു സ്വെല്ലിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാനും ബ്ലീഡിങ് കൺട്രോൾ ചെയ്യാനുമാണ് നമ്മൾ ഐസ് വെക്കുന്നത്. അടുത്തത് ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ്. ട്രൂ, കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് കണ്ടുപിടിക്കാനാണ്. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ്, നെയ്സൽ പോളിപ്സ് ആർ കോസ്ഡ് സോൾലി ബൈ അലർജി റിയാക്ഷൻ. Nasal polyps can be treated with surgery and medication to manage symptoms. A snare-like instrument is used to remove nasal polyps during nasal polypectomy. Nasal polyps are always associated with asthma. ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. നെയ്സൽ പോളിപ്സ് ആർ കോസ്ഡ് സോൾലി ബൈ അലർജി. അപ്പൊ ഒള്ളി പോലത്തെ ഒരു സംഭവം അല്ലെ? അലർജി കാരണം മാത്രമാണോ പോളിപ്പ് വരുന്നത്? ഓക്കെ, നമ്മൾ ഈ ഒള്ളി പോലത്തെ അങ്ങനത്തെ വാക്കാണ് ഈ സോള്ളി അല്ലെ? അലർജി അത് വരുമ്പോൾ തന്നെ നമ്മൾ പറഞ്ഞു 90% റോങ് ആണ്, അല്ലെങ്കിൽ നമ്മൾ ഒന്നുകൂടെ വെരിഫൈ ചെയ്ത് വായിച്ച് നോക്കുക ശരി തന്നെയാണോ എന്നുള്ളത്. അപ്പൊ അലർജി കാരണം മാത്രമൊന്നുമല്ല അല്ലെ പോളിപ്പ് വരുന്നത്. അപ്പൊ അത് റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ 1 എന്തായാലും ആൻസർ വരില്ല. നമുക്ക് ചോദിച്ചത് ട്രൂ അല്ലേ? അപ്പൊ 1 ആൻസർ വരില്ല. അപ്പൊ 1 ഓപ്ഷനിൽ വന്നിട്ടുണ്ടെങ്കിൽ ആ ഓപ്ഷൻസ് നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. എ ഓപ്ഷനിൽ 1 and 4, സി ഓപ്ഷനിൽ 1, 2 and 3. 1 ആൻസർ വരില്ല നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് 2 ഓപ്ഷൻസ് ഇപ്പോൾ പോയി. അപ്പോൾ നമുക്ക് ഓൾറെഡി 2 ഓപ്ഷൻ പോയി, ഇനി 2 ഓപ്ഷനേ നമുക്കുള്ളൂ, 2 and 3 അല്ലെങ്കിൽ 3 and 4. അപ്പോൾ ഇതിൽ നിന്ന് എന്താ മനസ്സിലായത്? 3 ശരിയാന്ന് മനസ്സിലായി അല്ലേ? നമ്മൾ 3 വായിച്ചിട്ട് പോലും ഇല്ല, പക്ഷെ 3 എന്തായാലും ശരിയാ. അപ്പോൾ 2 അല്ലെങ്കിൽ 4 വായിച്ചാൽ നമുക്ക് ആൻസറിലെത്താം. നമുക്ക് 2 സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് വായിക്കാം. നെയ്സൽ പോളിപ്സ് can be treated with surgery and medication to manage symptom. അത് ശരിയാണ്. അപ്പം നമ്മൾ ആൻസർ കണ്ടുപിടിച്ചു കഴിഞ്ഞു.
4 സ്റ്റേറ്റ്മെന്റ് ഉള്ളതിൽ നമ്മൾ വെറും 2 സ്റ്റേറ്റ്മെന്റേ വായിച്ചുള്ളൂ. പക്ഷെ നമ്മൾ ആൻസർ കണ്ടുപിടിച്ചു കഴിഞ്ഞു ആണല്ലോ. യെസ്, എന്നാലും നമുക്ക് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കാം. നമ്മൾ കണ്ടുപിടിച്ച ആൻസർ ശരിയാണോ എന്ന്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണെന്നാണ് നമ്മൾ കണ്ടുപിടിച്ചത്. വായിച്ചു നോക്കാം. എ സ്നെയർ ലൈക്ക് ഇൻസ്ട്രുമെന്റ് ഈസ് യൂസ് ടു റിമൂവ് നെയ്സൽ പോളിപ്സ് ഡ്യൂറിംഗ് നെയ്സൽ പോളിപെക്ടമി. ശരിയാണല്ലേ, അത് ശരിയാണ്. അപ്പൊ നമ്മൾ കണ്ടുപിടിച്ച ആൻസർ ശരിയാണെന്ന് മനസ്സിലായി. നാലാമത്തെ സ്റ്റേറ്റ്മെന്റും കൂടെ ഒന്ന് വായിച്ചിട്ട് നമുക്ക് ആൻസറിലോട്ട് കടക്കാം. നെയ്സൽ പോളിപ്സ് ആർ ഓൾവേസ് അസോസിയേറ്റഡ് വിത്ത് ആസ്മ. അങ്ങനെയില്ല അല്ലെ, എപ്പോഴും ആസ്മ ഉണ്ടാവണം അങ്ങനെയൊന്നുമില്ല. ട്രയാഡ് ഡിസീസിൽ പോളിപ്പും ആസ്മയും ആസ്പിരിൻ അലർജിയൊക്കെ വരാം, അല്ലാതെ ഇത് എപ്പോഴും ആസ്മ ഉണ്ടാവണം എന്നൊന്നുമില്ല. അപ്പൊ അത് റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ ശരിയായ സ്റ്റേറ്റ്മെന്റ് 2, 3 ആണ്. ആൻസർ ബി തന്നെയാണ്. അപ്പൊ നമ്മൾ എലിമിനേഷൻ ടെക്നിക്ക് അപ്ലൈ ചെയ്ത് ആൻസർ കണ്ടുപിടിച്ചത് ശരി തന്നെ ആയിരുന്നു. 4 സ്റ്റേറ്റ്മെന്റും അറിയുന്നവരും ഇതുപോലെ എലിമിനേഷൻ ടെക്നിക്ക് അപ്ലൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് വായിക്കുക, എന്നിട്ട് നിങ്ങൾ ഓപ്ഷൻസിൽ നിന്ന് എലിമിനേറ്റ് ചെയ്യാൻ തുടങ്ങുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഔട്ട് ദ സ്റ്റേറ്റ്മെന്റ് ദാറ്റ് ആർ ട്രൂ. ട്രൂ ആണ് കേട്ടോ, DNSനെ പറ്റിയാണ്. ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണ് നോക്കുന്നത്. ഇറ്റ് കോസസ് asymmetrical breathing passages and can lead to nasal congestion. A deviated nasal septum may require surgical correction such as septoplasty. It can be corrected by nasal decongestants alone. A deviated nasal septum is always the result of trauma. ഓക്കെ, അപ്പോൾ ഇതിൽ ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കാം. ഇറ്റ് കോസസ് എസിമെട്രിക്കൽ ബ്രീത്തിങ് പാസേജസ് ആൻഡ് ക്യാൻ ലീഡ് ടു നെയ്സൽ കൺജഷൻ. അല്ലെ, DNS ഉണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നത്? അപ്പോൾ ഇവിടെ ഡീവിയേറ്റഡ് ആയിട്ടിരിക്കുമ്പോൾ ഈ ബ്രീത്തിങ് പാസേജസ് എസിമെട്രിക്കൽ ആയിരിക്കും, നെയ്സൽ കൺജഷൻ ഉണ്ടാകാം. അത് ശരിയാണ്. നമുക്ക് ട്രൂ ആ ചോദിച്ചത് അല്ലേ. അപ്പോൾ 1 എന്തായാലും ആൻസർ വരണം. 1 ആൻസർ വരണമല്ലോ. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് വായിച്ചപ്പോൾ അത് ശരിയാണെന്ന് മനസ്സിലായി. നമുക്ക് ചോദിച്ചതും ശരിയാണ്. ശരി ഏതാണെന്നാണ് അല്ലെ. അപ്പൊ 1 എന്തായാലും ആൻസർ വരണം. അപ്പൊ ഓപ്ഷനിൽ 1 വരാത്ത ഓപ്ഷൻസ് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഈ ഓപ്ഷൻ നമുക്ക് വേണ്ട, കാരണം 1 ഇല്ലല്ലോ. അപ്പൊ ആൻസറിൽ 1 വരണമല്ലോ. ഇവിടെ 2 and 3 ആണ്, ഇവിടെ 3 and 4 ആണ്. 1 എന്തായാലും ആൻസർ ആണ്. അപ്പൊ പിന്നെ നമ്മൾ 1 ഇല്ലാത്ത ഓപ്ഷൻസ് 2 എണ്ണം പോയി. അപ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റ് വായിച്ചിട്ട് തന്നെ നമ്മൾ 2 ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്തു. ഇനി നമ്മൾ അടുത്ത സ്റ്റേറ്റ്മെന്റ് വായിക്കാൻ പോവുകയാണ്. A deviated nasal septum may require surgical correction such as septoplasty. അതും ശരിയാണ് അല്ലേ. അതിനൊരു സെപ്റ്റോപ്ലാസ്റ്റി വേണ്ടി വരാം. അപ്പൊ 2ഉം ശരിയാണ്. 1, 2. ഇതിൽ ശരിക്കും പറഞ്ഞാൽ ഇനിയുള്ള ഓപ്ഷൻസ് 1 and 2, 1, 2 and 3. അപ്പൊ ശരിക്കും എന്താ മനസ്സിലായത്? 2 എന്തായാലും ശരിയാന്ന് നമുക്ക് മനസ്സിലായി. 3 വായിക്കേണ്ട ആവശ്യമുള്ളൂ. 1ന് ശേഷം ശരിക്കും 2 വായിക്ക പോലും വേണ്ട. കാരണം ഇനിയുള്ള ഓപ്ഷന് ഒന്നുകിൽ ആൻസർ 1, 2 അല്ലെങ്കിൽ ആൻസർ 1, 2, 3. അപ്പം നമുക്ക് 2 വായിക്കാതെ തന്നെ ശരിയാന്ന് മനസ്സിലായി. 3 വായിക്കേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ, അപ്പോൾ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കിയേ. ഇറ്റ് ക്യാൻ ബി കറക്റ്റഡ് ബൈ ഡീകൺജസ്റ്റൻസ് എലോൺ. ഡീകൺജസ്റ്റൻസ് മാത്രം ഉപയോഗിച്ച് കറക്റ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല അല്ലേ, അത് റോങ് ആണ്. അപ്പം നമ്മുടെ ആൻസർ നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. പക്ഷെ ഇനി ഒരു സെന്റൻസ് വായിച്ചിട്ട് പോലും ഇല്ല. അത് വായിച്ച് ക്രോസ് വെരിഫൈ ചെയ്യാം. ഡീവിയേറ്റഡ് നെയ്സൽ സെപ്റ്റം ഈസ് ഓൾവേസ് ദ റിസൾട്ട് ഓഫ് ട്രോമ. എപ്പോഴും ട്രോമ കാരണമാണ് എന്ന് പറയുന്നു. അത് റോങ് ആണ്. അപ്പം നമുക്ക് ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പം നമ്മൾ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് വായിച്ചപ്പോൾ തന്നെ ശരിയാണെന്ന് മനസ്സിലായപ്പോൾ 1 വരാത്ത ഓപ്ഷൻ നമ്മൾ കട്ട് ചെയ്തു. അതിനുശേഷം മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് വായിച്ചപ്പോൾ നമുക്ക് എന്താണ്, യെസ്, അതും തെറ്റാണെന്ന് മനസ്സിലായി. അപ്പോൾ നമ്മൾ ഓപ്ഷൻ ആൻസർ കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഇതിന്റെ ആൻസർ ഏതാ വരിക? 1ഉം 2ഉം ആണ് ട്രൂ ആയിട്ട് വരിക. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഔട്ട് ദ സ്റ്റേറ്റ്മെന്റ് ദാറ്റ് ആർ ട്രൂ. ഇതിൽ ശരിയായ സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. നമുക്ക് നെയ്സൽ ഫ്രാക്ചറിനെ പറ്റിയാണേ. ആദ്യത്തേത്, ഐസ് ഷുഡ് ബി അപ്ലൈഡ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദ ഇഞ്ചുറി ടു റെഡ്യൂസ് എഡീമ. നെയ്സൽ ഫ്രാക്ചേഴ്സ് ആർ ഓൾവേസ് റെഡ്യൂസ്ഡ് ഇമ്മീഡിയറ്റ്ലി റിഗാർഡ്ലെസ് ഓഫ് എഡീമ. ഇഫ് ഇമ്മീഡിയറ്റ് റിഡക്ഷൻ ഓഫ് നെയ്സൽ ഫ്രാക്ചർ ഈസ് നോട്ട് പോസിബിൾ, ഇറ്റ് ഈസ് അഡ്വൈസബിൾ ടു വെയിറ്റ് സെവറൽ ഡേയ്സ് ഫോർ ദ സ്വെല്ലിംഗ് ടു സബ്സൈഡ്. ജനറൽ അനസ്തീഷ്യ ഈസ് റിക്വയർഡ് ഫോർ നെയ്സൽ ഫ്രാക്ചർ റിഡക്ഷൻ. അപ്പോൾ ഇതിലെ ശരിയായ സ്റ്റേറ്റ്മെന്റ് ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ആദ്യത്തേത് നോക്കാം. ഐസ് ഷുഡ് ബി അപ്ലൈഡ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ഇഞ്ചുറി. അതെ, നമുക്കൊരു ഫ്രാക്ചർ ഉണ്ടായാൽ നമ്മൾ ഉടനെ ഐസ് വെക്കും അല്ലേ, അല്ലെങ്കിൽ നീര് കുറയ്ക്കാനായിട്ട്. അത് ശരിയല്ലേ? അത് ശരിയാണ്. നമുക്ക് ചോദിച്ചതും ശരിയായതാണല്ലേ. അപ്പം നമ്മുടെ ആൻസറിൽ 1 വരണ്ടേ? ആൻസറിൽ 1 വരണം. അപ്പം 1 വരാത്ത ഓപ്ഷൻ നമുക്ക് കട്ട് ചെയ്തുകൂടെ? ഒരു ഓപ്ഷനേ ഉള്ളൂ അല്ലേ, 2 and 4. സി ഓപ്ഷൻ നമ്മൾ കട്ട് ചെയ്തു. ബാക്കി എല്ലാത്തിലും 1 and 3, 1, 2 and 3, 1 and 4. അപ്പം നമുക്ക് ആദ്യം തന്നെ അടുത്ത സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് വായിക്കാം. നെയ്സൽ ഫ്രാക്ചേഴ്സ് ആർ ഓൾവേസ് റെഡ്യൂസ് ഇമ്മീഡിയറ്റ്ലി റിഗാർഡ്ലെസ് ഓഫ് എഡീമ.
റോങ് ആണ് അല്ലെ. എഡീമ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉടൻ റെഡ്യൂസ് ചെയ്യാൻ പറ്റില്ല, വെയിറ്റ് ചെയ്യേണ്ടി വരില്ലേ. അപ്പൊ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് റോങ് ആണ്. അപ്പൊ ഒരിക്കലും ആൻസർ വരില്ല. അപ്പൊ 2 ആൻസർ വന്നത് കട്ട് ചെയ്തോളൂ, അതും കട്ട് ചെയ്തു. ഇനി മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്. അപ്പൊ നമുക്ക് 2 ഓപ്ഷൻസ് പോയി. 3 വായിക്കാം. ഇഫ് ഇമ്മീഡിയറ്റ് റിഡക്ഷൻ ഓഫ് എ nasal fracture is not possible, it is advisable to wait several days for the swelling to subside. ശരിയല്ലേ? ശരിയാണ്. നമുക്ക് ഇമ്മീഡിയറ്റ് റിഡക്ഷൻ നടന്നില്ലെങ്കിൽ നമ്മൾ കുറച്ച് നാൾ വെയിറ്റ് ചെയ്ത് ആ ഒരു നീര് വറ്റിയിട്ട് വേണം നമ്മൾ റിഡക്ഷൻ ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പൊ 3 ശരിയാണ്. അപ്പൊ നമുക്ക് ആൻസർ ഏതാ വരിക? 4 വായിക്കുക പോലും വേണ്ട, നമ്മൾ ആൻസർ കണ്ടുപിടിച്ചു. എന്നാലും 4 വായിച്ചു നോക്കാം. ജനറൽ അനസ്തീഷ്യ ഇസ് റിക്വയർഡ് ഫോർ nasal fracture reduction. റോങ് അല്ലേ? ജനറൽ അനസ്തീഷ്യയുടെ ആവശ്യമില്ല അല്ലേ. ലോക്കൽ അനസ്തീഷ്യ അതിൻ്റെ കൂടെ മൈൽഡ് സെഡേഷൻ കൊടുത്താൽ മതിയാകും. അപ്പോൾ ഇവിടുത്തെ ആൻസർ ഏതാ വരുന്നത്? 1 and 3 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇങ്ങനെയാണ് എലിമിനേഷൻ ടെക്നിക്ക് അപ്ലൈ ചെയ്ത് നമ്മൾ ആൻസർ കണ്ടുപിടിക്കേണ്ടത്. അടുത്തത് ട്രൂ ആയിട്ടുള്ള കുറച്ച് സ്റ്റേറ്റ്മെന്റ് തരുന്നുണ്ട്, അതിൽ നിന്ന് ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് നോക്കുക എന്നുള്ളതാണ്. ലോക്കൽ അനസ്തേഷ്യ ഈസ് ടിപ്പിക്കലി യൂസ്ഡ് ഡ്യൂറിംഗ് ദ പ്രൊസീജിയർ. Nasal packing is placed to reduce the chance of bleeding post-surgery. A general anesthetic is used to eliminate discomfort during the surgery. Client may experience significant bleeding without nasal packing. ഓക്കെ, അപ്പൊ പോളിപെക്ടമിയെ പറ്റി ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിച്ചത് അല്ലെ. ആദ്യത്തത് നോക്കിയേ, ലോക്കൽ അനസ്തേഷ്യ ഉപയോഗിക്കുന്നുണ്ട്. ശരിയല്ലേ? അതെ, ലോക്കൽ അനസ്തേഷ്യയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അത് ശരിയാണ്. അപ്പൊ നമുക്ക് ചോദിച്ചതും ശരിയാണ്. അപ്പൊ 1 എന്തായാലും ആൻസറിൽ വരണം. 1 വരാത്ത ആൻസർ ഉണ്ടോ നോക്കിയേ. ബി ഓപ്ഷനിൽ 2 and 3, അപ്പൊ അത് വരില്ല ആൻസർ. ഡി ഓപ്ഷനിൽ 3 and 4, അത് വരില്ല. കാരണം 1 എന്തായാലും ആൻസർ വരണം. ഓക്കെ, ഇനി ഒന്നുകിൽ ആൻസർ 1 and 2 അല്ലെങ്കിൽ 1 and 4. അപ്പൊ 2 നോക്കാം. നേസൽ പാക്കിംഗ് ഈസ് പ്ലേസ് ടു റെഡ്യൂസ് ദ ചാൻസ് ഓഫ് ബ്ലീഡിംഗ് പോസ്റ്റ് സർജറി. ശരിയാ അല്ലെ. ബ്ലീഡിംഗ് തടയാനായിട്ട് നമ്മൾ പാക്കിംഗ് വെക്കാറുണ്ട്. അപ്പൊ അത് ശരിയാണ്. നമ്മൾ ആൻസർ കണ്ടുപിടിച്ചു കഴിഞ്ഞു. നമ്മൾ എത്ര സ്റ്റേറ്റ്മെന്റാ വായിച്ചത്? 2 സ്റ്റേറ്റ്മെന്റേ വായിച്ചുള്ളൂ, നമ്മൾ ആൻസർ കണ്ടുപിടിച്ചു. എന്നാലും 3ഉം 4ഉം വായിച്ച് നമുക്ക് ക്രോസ് വെരിഫൈ ചെയ്യാം. ജനറൽ അനസ്തെറ്റിക് ഈസ് യൂസ് ടു എലിമിനേറ്റ് ദ ഡിസ്കംഫോർട്ട്. തെറ്റാണല്ലേ. ജനറൽ അനസ്തീഷ്യയുടെ ആവശ്യമില്ല. ക്ലയന്റ് മേ എക്സ്പീരിയൻസ് സിഗ്നിഫിക്കന്റ് ബ്ലീഡിംഗ് വിത്തൗട്ട് നേസൽ പാക്കിംഗ്. നേസൽ പാക്കിംഗ് ഇല്ലെങ്കിൽ എപ്പോഴും ബ്ലീഡിംഗ് ഉണ്ടാവണം എന്നില്ല അല്ലേ. അപ്പം അതും നമുക്ക് ശരിയായിട്ട് പറയില്ല. സിഗ്നിഫിക്കൻറ്റ് ബ്ലീഡിംഗ് ഉണ്ടാവാതിരിക്കാൻ നമുക്ക് നേസൽ പാക്കിംഗ് വെക്കാം. നേസൽ പാക്കിംഗ് എപ്പോഴും ആവശ്യമുണ്ടാവണം എന്നില്ല അല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ ശരിയായ സ്റ്റേറ്റ്മെന്റ് 1 and 2 ആണ്. അടുത്തത് അസേർഷൻ റീസണിംഗ് ക്വസ്റ്റ്യൻ ആണ്. നേസൽ പോളിപ്സ് ക്യാൻ ബി എക്സാസബേറ്റഡ് ബൈ അലർജിക് മാനിഫെസ്റ്റേഷൻസ് ഓൾദോ ദേ ആർ നോട്ട് കോസ്ഡ് ബൈ അലർജീസ്. നേസൽ പോളിപ്സ് ആർ ഔട്ട് പൗച്ചിങ്സ് ഓഫ് മ്യൂക്കസ് മെംബ്രെയിൻ ലൈനിങ് ദ നോസ് ഓർ പാരാനേസൽ സൈനസസ് ആൻഡ് മേ ബി ട്രീറ്റഡ് വിത്ത് സർജറി ടു റീസ്റ്റോർ നേസൽ ബ്രീത്തിങ്. ഓക്കെ, ശരിയാണ് അല്ലെ. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കിയാൽ നേസൽ പോളിപ്പ് അലർജിക് മാനിഫെസ്റ്റേഷൻ കാരണം കൂടാം. അത് അലർജി കാരണമല്ലെങ്കിലും അലർജി കാരണം അത് കൂടാം. അപ്പൊ എന്താണ് നേസൽ പോളിപ്പ് എന്നും പറഞ്ഞു അല്ലെ. ഔട്ട് പൗച്ചിങ്സ് ആണ്. അത് നമുക്ക് എന്താണ് സർജറി വഴി നമ്മളത് ട്രീറ്റ് ചെയ്യാം. 2 സ്റ്റേറ്റ്മെന്റും ശരിയാണ്. പക്ഷേ ഇവിടെ ആൻസർ റീസൺ കറക്റ്റ്ലി എക്സ്പ്ലെയിൻ എന്ന് പറയാൻ പറ്റില്ല അല്ലേ. അപ്പൊ ഇവിടെ ശരിക്കും ബി ആണ് വരേണ്ടത്. 2ഉം സ്റ്റേറ്റ്മെന്റ് ശരിയാണ്, പക്ഷേ 2ഉം അത് കാര്യമെന്ന് പറഞ്ഞിരിക്കുന്നു എന്നല്ലാതെ ഈ ഒരു അതിന്റെ റീസൺ എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ബോത്ത് ദ അസേർഷൻ ആൻഡ് റീസണിങ് ആർ ട്രൂ ആൻഡ് ദ റീസൺ ഏതാണ്? ഡസ് നോട്ട് കറക്റ്റ്ലി എക്സ്പ്ലെയിൻ ദ അസേർഷൻ എന്ന് വേണം വരാൻ. അടുത്ത ക്വസ്റ്റ്യൻ. Nasal packing is used after nasal polypectomy to reduce the possibility of post-operative bleeding. Nasal packing helps in maintaining the nasal cavity shape and preventing adhesion forming post-surgery. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് നേസൽ പാക്കിംഗ് ഉപയോഗിക്കുന്നുണ്ടല്ലേ നമ്മൾ ബ്ലീഡിംഗ് തടയാനായിട്ട്. ആൻഡ് ദ നേസൽ പാക്കിംഗ് എന്ത് ചെയ്യുന്നുണ്ട്? ഈ നേസൽ ക്യാവിറ്റി ഷേപ്പിനെയും അതുപോലെ അധഷൻ ഫോർമേഷനെയും പ്രിവെന്റ് ചെയ്യുന്നു എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇത് 2 സ്റ്റേറ്റ്മെന്റും ശരിയാണ്. അതുപോലെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ്ലി എക്സ്പ്ലെയിൻ എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടെയും ബി എ വരുള്ളൂ കേട്ടോ. ഡസ് നോട്ട് കറക്റ്റ്ലി എക്സ്പ്ലെയിൻ ദ അസേർഷൻ എന്ന് വേണം വരാൻ. അടുത്തത്. Nasal polyp often require surgery when breathing through nose becomes obstructed. ശരിയാണല്ലേ. സർജറി വേണ്ടി വരാം ബ്രീത്തിങ് ത്രൂ നോസ് ഒബ്സ്ട്രക്ഷൻ വരുമ്പോൾ. സർജറി പെർഫോം ചെയ്യുന്നത് ലോക്കൽ അനസ്തെറ്റിക്കിന്റെ സഹായത്തോടെയാണ്. അതിൽ എപ്പിനെഫ്രിൻ കൊടുക്കും ടു മിനിമൈസ് ദ ബ്ലീഡിങ്. അതും ശരിയാണ് അല്ലേ. യെസ്, സർജറി വേണ്ടി വരാം. ആ സർജറിയുടെ സമയത്ത് അനസ്തെറ്റിക് കൊടുക്കാം. ഓക്കെ, അപ്പൊ 2ഉം ശരിയാണ്. രണ്ടാമത്തത് ആ റീസൺ കറക്റ്റ്ലി പറയുന്നുണ്ട് അല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ എ ഓപ്ഷൻ വരാം.
Ice compresses are recommended immediately after nasal polypectomy to control bleeding and reduce swelling. The use of ice helps to increase the blood flow to the nasal region, thus reducing the chance of infection. അത് തെറ്റാണ് അല്ലേ? ഐസ് ഉപയോഗിക്കുന്നുണ്ട് ബ്ലീഡിങ് കൺട്രോൾ ചെയ്യാനായിട്ട്, അല്ലാതെ ഐസ് ഉപയോഗിക്കുന്നത് ഇൻഫെക്ഷൻ ഉണ്ടാവുന്നത് കുറയ്ക്കാനല്ല. അപ്പം എന്താണ് റീസൺ? രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ഫോൾസ് ആണ്. അടുത്തത്, a deviated nasal septum can cause nasal obstruction, crusting and dryness of nasal mucosa. Septoplasty is a surgical procedure to correct a DNS and restore proper airflow in the nasal passage. യെസ്, രണ്ടും ശരിയാണ് അല്ലേ? രണ്ടും ശരിയാണ്. DNS ഒബ്സ്ട്രക്ഷനും ക്രസ്റ്റിങ്ങും ഡ്രൈനെസ്സും ഉണ്ടാക്കാം. അത് മാറ്റാനായിട്ട് നമ്മൾ സെപ്റ്റോപ്ലാസ്റ്റിയാണ് ചെയ്യുന്നത്. രണ്ടും ശരിയാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ്ലി എക്സ്പ്ലെയിൻ ചെയ്യുന്നുമുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ക്രോണിക് എയർവേ ഒബ്സ്ട്രക്ഷൻ ഉണ്ടാക്കുന്ന രണ്ട് കണ്ടീഷൻസ്, അതായത് നേസൽ പോളിപ്പ്, അതുപോലെ ഡിവിയേറ്റഡ് നേസൽ സെപ്റ്റം, നേസൽ ഫ്രാക്ചർ, അപ്പോൾ ഇങ്ങനെയുള്ള കണ്ടീഷൻസും അതിൻ്റെ മാനേജ്മെന്റിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങളും ഡിസ്കസ് ചെയ്തു. അതുമായി ബന്ധപ്പെട്ട MCQs, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ്മെന്റ്, അസേർഷൻ, റീസണിംഗ് ഒക്കെ ഡിസ്കസ് ചെയ്തു. ഇതുപോലൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് വരെ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ മീറ്റ് ചെയ്യാം. താങ്ക് യു.